താങ്ക് യു സർ, താങ്ക് യു. ഞാൻ ഈ ഏരിയയിലൊക്കെ വരാറുള്ള ആളാണ്. ഒത്തിരി അറിയുന്ന മുഖങ്ങളൊക്കെ എൻ്റെ മുന്നിലുണ്ട്. ഞാനൊരു പ്രൊഫഷണൽ പ്രഭാഷകനൊന്നുമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്ന പല പല കാര്യങ്ങളും പല പല ആളുകളും അവരിലൂടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് പല മേഖലകളിലൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെതായ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിനാദ്യമായി എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കാനുള്ള ഈ അവസരം തന്ന ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്ക് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്ന് ഒരു ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ പൂജാതി കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ദേവസങ്കല്പത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കേണ്ടത്. അതാണ് ആധ്യാത്മിക പ്രഭാഷണം എന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ മാത്രം പ്രാപ്തനായ ഒരാളല്ല. കാരണം ഞാനൊരു സാധാരണ ആളാണ്. അപ്പൊ ദൈവികമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, മനസ്സിലാക്കാം. ബിക്കോസ് ഈ ഏരിയയിൽ അധികവും അധ്യാപകരുടെ ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി അറിവുകൾ പകർന്നുണ്ടാവും. ഇവിടെയുള്ള ആളുകളൊക്കെ അതിനുള്ള പ്രാപ്തിയും പ്രബുദ്ധതയൊക്കെ ഉള്ള ആളാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്ക് ഏറെ പറയാൻ ഇഷ്ടമുള്ള കാര്യം മനുഷ്യ മനസ്സിനെ കുറിച്ചാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് അല്ലെങ്കിൽ ഞാൻ കാണുന്നത് ഈ പറയുന്ന ആളുകളെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആളുകളുമായിട്ട് സംസാരിച്ചിട്ടാണ്. ഞാൻ ആദ്യം മൊബൈൽ ഫോണിന്റെ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യുമ്പം അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കറിയാം ഇൻകമിങ് കോളുകളൊക്കെ ഭയങ്കര ചാർജ് ആയതുകൊണ്ട് ആളുകൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അങ്ങനെ ആ ദേഷ്യമായി നമ്മുടെ അടുത്ത് വരുന്ന ആളുകളോടൊക്കെ നമ്മൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കണം എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് അതിനൊരു സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും ചിരിക്കുന്ന ആളാണ്. എന്നെ നിങ്ങൾ ചിരിച്ചുകൊണ്ടേ കാണും. അതിനുശേഷം പിന്നെ ഞാൻ ദുബായിലോട്ടൊക്കെ പോയി FM റേഡിയോയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ FM റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഓരോ പ്രോഗ്രാംസ് ഒക്കെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആളുകളെ കണ്ടിട്ടല്ല സംസാരിക്കുന്നുണ്ടാവുക. അപ്പൊ അവർ നമ്മളെ മുന്നിലുണ്ട് എന്ന് വിചാരിച്ച് സംസാരിക്കുമ്പം അവർ റേഡിയോയിലൂടെ കേൾക്കുന്നത് സോറി കേട്ടോ, എനിക്ക് മൊബൈൽ ഫോൺ ഓഫ് ചെയ്യാൻ പറ്റൂല. കാരണം എൻ്റെ ഹോസ്പിറ്റലിൽ ബിസിനസ് ചെയ്ത് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കച്ചവടം ഉണ്ടാക്കി കൊടുക്കേണ്ട ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കോളുകൾ വരുമ്പോൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഇന്ററാക്ഷൻസ് വരുന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് നിങ്ങളോട് അഡ്വാൻസ് ആയിട്ട്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, FM റേഡിയോയിലാകുമ്പോൾ നമ്മളറിയാം, നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴും കേൾക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന ആള് ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് തോന്നലുണ്ടാക്കണം. കാരണം അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ വേണം സംസാരിക്കാൻ. അങ്ങനെയാണ് ഞാൻ ചിരിച്ചുകൊണ്ടാണ് ഷോ അവതരിപ്പിക്കാറ്. അപ്പോഴും എൻ്റെ മുഖത്ത് ചിരി ഉണ്ടാവും. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലാണ്. എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾ എല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടെ ആയിരിക്കില്ലേ വരുന്നുണ്ടാവുക, അല്ലേ? നിങ്ങൾക്കറിയാം, എല്ലാവരും വേദന കൊണ്ടും രോഗം കൊണ്ടും അതിന് പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ അപ്പോഴും എൻ്റെ മുഖത്ത് ചിരി ഉണ്ടാവും. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ആളുകൾ എന്താ വിചാരിക്കാന്ന് വെച്ചാൽ, ഇവന് കച്ചവടം കിട്ടുന്ന ഒരാൾ വന്നിട്ടുണ്ടല്ലോ, അല്ലെ എൻ്റെ മുന്നിൽ ഒരു രോഗിയാണ് വന്നതെങ്കിൽ എനിക്കൊരു ഇര കിട്ടിയിട്ടുണ്ട് എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഇവൻ ചിരിക്കുന്നതാണ് വിചാരിക്കുക. പക്ഷെ ജീവിതത്തിൽ ചിരി നമുക്ക് വളരെ എസെൻഷ്യൽ ആയ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും കുറവുള്ളതും ചിരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ചിരിക്കുക, നന്നായിട്ട് ചിരിക്കാൻ കഴിയുക, അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ക്ഷേത്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? എന്താണ് ക്ഷേത്രം? ഇതൊരു പ്രഭാഷണമാകുക, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളത് കേട്ടോണ്ടിരിക്കുക. എന്നേക്കാൾ ഉപരി ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറേ റെസ്പോണ്ട് ഉണ്ടാവുക, ഇങ്ങോട്ട് സംസാരിക്കുക, ഇങ്ങോട്ട് ആൻസർ പറയാൻ ശ്രമിക്കുമ്പോൾ ഒരു സംവാദം. പറഞ്ഞു വന്നത് ക്ഷേത്രത്തെ കുറിച്ചാണ്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അല്ലേ? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ നിന്നും നമ്മളെ ത്രാണനം ചെയ്യുന്നത് എന്താണോ അതാണ് ക്ഷേത്രം. നമ്മൾ എന്തിനാണ് ക്ഷേത്രത്തിൽ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവുന്നോ, വിഷമങ്ങളും സങ്കടങ്ങളും സന്താപങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പക്ഷേ നമ്മുടെ ഭർത്താവിനോടോ അല്ലെങ്കിൽ മക്കളോടോ ഒന്നും ഒരു പക്ഷേ അത് അതിൻ്റെതായ തീവ്രതയിൽ ഒരു പക്ഷേ പ്രസന്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ നമുക്ക് അവരെ പറഞ്ഞ് വലിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഭഗവാന്റെ മുന്നിൽ എത്തി കഴിയുമ്പോൾ, നമുക്ക് ഇഷ്ടമുള്ള മൂർത്തിയുടെ മുന്നിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലെ? നമുക്ക് എല്ലാ സങ്കടങ്ങളും അവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റും. ഭഗവാന്റെ മുന്നിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ആവശ്യപ്പെടാൻ പറ്റും. ഭഗവാൻ തരുന്നുണ്ടോ തരുന്നില്ലയോ എന്നുള്ളതല്ല. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലുള്ള ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കാൻ ഒരു അത്താണിയാണ്, അല്ലെങ്കിൽ ഒരു കേന്ദ്രമാണ് ക്ഷേത്രം. അത് നമുക്ക് മറ്റെവിടെയും കിട്ടൂല. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. തൊട്ട് അയൽവാസിനെ ദൈവമേ അവനെ ഒന്ന് തകർത്ത് തരിപ്പണാക്കണേ, കാരണം അവന് വല്ലാതെ വരസയാണ് എൻ്റെ മുന്നിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് അവരോട് ഭഗവാനോട് പറയാം. അതേപോലെ നമുക്ക് വേണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വീട്ടിലെ, എൻ്റെ മക്കൾക്കും കുടുംബത്തിനും ഒക്കെ നല്ല ഐശ്വര്യം ഉണ്ടാവണേ, അവർക്ക് വേണ്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവണേ എന്നൊക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പൊ എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു കേന്ദ്രമാണ് ക്ഷേത്രം. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സൊക്കെ കലുഷിതമായിട്ട് ക്ഷേത്രത്തിൽ വന്ന് ഭഗവാന്റെ മുന്നിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ മനസ്സിനൊരു ഭയങ്കര സന്തോഷം ഉണ്ടാവും, ഒരു റിലീഫ് ഉണ്ടാവും. നമ്മൾ വളരെ ശാന്തമായി നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അതോടെ തീർന്നല്ല, പക്ഷെ വീണ്ടും നമുക്ക് ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടും. അതാണ് ക്ഷേത്രങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈശ്വര സങ്കല്പത്തെ കുറിച്ച് നമുക്കറിയാം അല്ലേ? ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ പുരാണങ്ങളും ചെറുപ്പകാലം തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ളത്, ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിമത്തായ ആളാണ്. അദ്ദേഹത്തിന് അമാനുഷികമായ ശരീരഘടനയുള്ള ആളാണ്. നമ്മൾക്ക് വേണ്ടുന്ന എന്ത് കാര്യങ്ങളും വേണമെങ്കിൽ നമുക്ക് അവരെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും.
അതിന് വേണ്ടുന്ന ശാശ്വതമായ പരിഹാരം അവർ നമുക്ക് നൽകും. അതിന്റെ കഴിവ് അവർക്കുണ്ട് എന്നൊരു വിശ്വാസം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങൾക്കും ക്ഷേത്രാചാരങ്ങൾക്കും ഒക്കെ സനാതന ധർമ്മത്തിൽ ഇത്രയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭക്തരായി ഈ ക്ഷേത്രമുറ്റത്ത് ഇതുപോലെ വരുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്റെ ചോദ്യം, ഇതെല്ലാം അറിയാവുന്ന ഒരു ഭക്തരെ കുറിച്ചാണ്. ഭക്തൻ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകളും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളും അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയ ബ്രീഫിംഗ് ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും നമ്മൾ പറയാറുണ്ടല്ലേ മനസ്സിനെ കുറിച്ച്. എന്താണ് ഈ മനസ്സ് എന്ന് പറയാമോ? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അയ്യോ എനിക്ക് മനസ്സിലായില്ല, എന്റെ മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു, എന്റെ മനസ്സ് വളരെ വിഷമത്തിലാണ്, എനിക്കൊന്നും മനസ്സിലായില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. എന്താണ് ഈ മനസ്സ് എന്ന് പറയാമോ? നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായതുകൊണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആളുകളെ കാണാനും ഇടപെടാനും അവരുടെ രോഗങ്ങളെ കുറിച്ചും രോഗികളെ കുറിച്ചും അവരുടെ ചിന്തകളെ കുറിച്ചും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട് പല സെമിനാറിലൊക്കെ പങ്കെടുക്കുമ്പോൾ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് മനസ്സ് എന്ന് പറയാമോ? ആർക്കെങ്കിലും? നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മനസ്സ് മനസ്സ് മനസ്സ്. ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാം കേട്ടോ. ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, പിന്നെ ഞാൻ സ്ട്രക്ക് ആവും. നിങ്ങളുടെ ഭാഗത്തും കൂടെ റെസ്പോണ്ട് ഉണ്ടാകുമ്പോഴേ ഒരു സംവാദമായി മാറും. എന്താണ് മനസ്സെന്നറിയാം? അറിയില്ല. നമ്മളൊക്കെ മനസ്സ് മനസ്സെന്ന് പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ. മനസ്സ് എവിടെയാണെന്ന് അറിയാമോ? മനസ്സിന്റെ നില എവിടെയാണ്? മനസ്സ് എന്താ പറഞ്ഞു? തലയിലാണ്. ആണോ? തലയിൽ നമുക്ക് തലച്ചോറാണുള്ളത്. മനസ്സ് തലയിലാണ്. മെമ്മറിയെ കുറിച്ചായിരിക്കും പറയേണ്ടാവും അല്ലെ? നമ്മുടെ ഓർമ്മശക്തികൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നതിനെ മനസ്സാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ മനസ്സ് എന്താണ്? നമ്മുടെ മനസ്സ് ശരിയില്ലെങ്കിൽ നമ്മൾ ഒരു കാര്യവും റെഡിയാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിന് പ്രശ്നമുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി. കോഴിക്കോട്ടിലും പ്രൊവിഡൻസ് കോളേജിന്റെ അടുത്ത് ചേതന എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ ആരെയും പോയിട്ടുണ്ടോ? ചുമ്മാ ചേതനയിലൊന്ന് പോയി നോക്കുക. വളരെ നല്ല ആളുകളുണ്ട് അവിടെ, വലിയ വലിയ കാറുകളിലൊക്കെ വരുന്ന ആളുകൾ. പക്ഷെ അവർക്കൊന്നും മനസ്സിന് നല്ല സുഖമില്ലാത്ത ആളുകളാണ്. അവരൊക്കെ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മളൊക്കെ എത്രയോ ഭാഗ്യവന്മാരാണ്. കാരണം നമ്മുടെ മനസ്സൊക്കെ വളരെ നല്ലതാണ്. എപ്പോ വേണമെങ്കിലും നമ്മുടെ മനസ്സ് പ്രശ്നത്തിലേക്ക് പോകാം. അപ്പൊ വളരെ വളരെ എസെൻഷ്യൽ ആയ ഒരു സംഭവമാണ് മനസ്സ്. മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേടുന്ന അറിവുകളുടെ എല്ലാം ഒരു കലവറയാണ് മനസ്സ്. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, കണ്ണ്, നാക്ക്, ത്വക്ക്, ചെവി, പിന്നെ മൂക്ക്. നമ്മൾക്ക് എന്തെല്ലാം ഇൻഫർമേഷൻ നമ്മുടെ ശരീരത്തിലൂടെ കിട്ടുന്നുണ്ടോ അതെല്ലാം നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്നതാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ നമുക്ക് ഒരു അറിവും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നില്ല. ആ അറിവുകളെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുന്ന കലവറയാണ് മനസ്സെന്ന് പറയുന്നത്. ഈ മനസ്സിലുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. നമ്മൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും അതൊരു ചിന്തയിൽ നിന്നാണ് ഉണ്ടാവുക. ഇന്നിപ്പോ ഇവിടെ രാവിലെ അമ്പലത്തിലേക്ക് വരണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ മനസ്സ് ചോദിച്ചിട്ടുണ്ടാവും, പോണോ പോണ്ടിയോ, വേണോ വേണ്ടിയോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ. ഇങ്ങനെ ഉള്ളതിൽ അവസാനം നിങ്ങൾ ഡിസൈഡ് ചെയ്തു, ഓക്കെ പോകാം. അങ്ങനെ നിങ്ങൾ ആ ചിന്തകളിൽ നിന്ന് നിങ്ങളെടുത്ത ഡിസിഷന്റെ കാരണമാണ് നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് എത്തിയത്. അപ്പൊ ഇവിടെ വന്നു, പൂജയെല്ലാം കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ വിചാരിച്ചു പ്രഭാഷണം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിൽക്കണോ വേണ്ടിയോ, പോണോ വേണോ. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ചോദിക്കും. അപ്പൊ നിങ്ങളുടെ ബുദ്ധി പറയും കേട്ട് കളയാം, നിന്ന് കളയാം. ഓക്കെ, അങ്ങനെ ആ പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നിപ്പോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം സംഭവിക്കുകയാണെങ്കിലും അതൊരു ചിന്തയിൽ നിന്നായിരിക്കും അത് തുടങ്ങുക. ഈ ചിന്തകളെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. നമ്മുടെ മനസ്സിലുള്ള ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തല്ലാണ്ട് നമുക്ക് ഒരു കാര്യം ചിന്തിക്കാനാവില്ല. ഇവിടെ അധ്യാപകരൊക്കെ ഉണ്ട്, എന്നെ വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് പ്രവൃത്തി, ഇപ്പൊ ഒരാൾ സൂയിസൈഡ് ചെയ്യണമെന്ന് വിചാരിക്കാന്ന് വെച്ചോളൂ, ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിലും അയാൾ എന്ത് ചെയ്യും? അയാൾ ആദ്യം ചിന്തിക്കും എങ്ങനെ സൂയിസൈഡ് ചെയ്യണം. പുഴയിൽ ചാടണോ, ട്രെയിനിന്റെ മുന്നിൽ ചാടണോ, മരത്തിൽ കെട്ടി തൂങ്ങണോ, അതോ വിഷം കഴിച്ച് കഴിക്കണം. എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. അപ്പൊ മനസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന മേഖലയെയാണ് മനസ്സ് എന്ന് പറയുക. അത് എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിനകത്താണ്. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ മനസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ മനസ്സിനകത്താണുള്ളത്. ഈ മനസ്സിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഈ മനസ്സിനകത്ത് നമ്മുടെ ശരീരത്തില് നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേടുന്ന അറിവുകൾ, അത് സങ്കടമായാലും ദുഃഖമായാലും വേദനയായാലും വിഷമമായാലും എല്ലാം നമ്മുടെ മനസ്സിൽ ശേഖരിച്ചു വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ദുഃഖം ഉണ്ടാവണത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സന്തോഷം എങ്ങനെയാണ് ഉണ്ടാവണത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു ചെറിയ എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ ആണോ? നമ്മുടെ മനസ്സിനകത്ത് എല്ലാ ഇൻഫർമേഷനും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാവുന്നത്, എങ്ങനെയാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്, എങ്ങനെയാണ് നമുക്ക് വേദന ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ചെറിയ എക്സാമ്പിൾ ചെയ്താലോ? ചെറിയൊരു പരീക്ഷണം ചെയ്യാം. ഓക്കെ ആണോ? റെഡിയാണോ? ഓൾറൈറ്റ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക. എന്നിട്ട് ശരിയായ രീതിയിൽ ഇരിക്കുക. നമുക്കറിയാം നമ്മൾ ചെറിയ പ്രായത്തിലേ നമ്മൾ മനസ്സിലാക്കിയിട്ടും എങ്ങനെയാണ് ഇരിക്കേണ്ടത്. ശരിയായ രീതിയിൽ ഇരിക്കുക.
ഓക്കെ, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ഓക്കെ, കാരണം അടച്ചതിന് ശേഷം നിങ്ങൾ ഈ അടുത്ത് പങ്കെടുത്ത ഒരു കല്യാണത്തെ കുറിച്ച്, നിങ്ങൾ എല്ലാവരും ഈ അടുത്ത് പങ്കെടുത്ത ഒരു കല്യാണത്തെ കുറിച്ച് ചിന്തിച്ച്. നിങ്ങളെ കല്യാണ വീട്ടിൽ പോയിണ്ടായിരുന്നു, ഏത് ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത്, അവിടെ ചെക്കനും പെണ്ണും ഒക്കെ എങ്ങനെയായിരുന്നു, പെണ്ണിനെ കാണാൻ എങ്ങനെയുണ്ട്, പെണ്ണിന് എത്ര സ്വർണ്ണം ഉണ്ടായിരുന്നു, ഏത് സാരി ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഡ്രസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ആളുകളൊക്കെ നിങ്ങളെ എങ്ങനെ ഇൻവൈറ്റ് ചെയ്തു, അവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് പോടി വന്നു അല്ലേ. ഇനി അടുത്ത് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത് സംഭവിച്ച ഒരു മരണ വീട്ടിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ഈ അടുത്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളോ അവരുടെ മരിച്ച വീടിലേക്ക്. ആ മരണ വീട് ആരായിരുന്നു, മരിച്ച ആളാരായിരുന്നു? നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വലിയ മനുഷ്യൻ ഈ റീസെൻ്റ്ലി മരിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കൊക്കെ വളരെ വളരെ സങ്കടം ഉണ്ടാക്കുന്ന ആളാണ്. എനിക്കും പേഴ്സണലി അറിയാവുന്ന ആൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ മുഖം, അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന രംഗങ്ങൾ, ഇതൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടല്ലേ. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ടൂർ ചെയ്ത സ്ഥലത്തേക്ക് പോകണം. നിങ്ങൾ റീസെൻ്റ്ലി പോയ ഒരു തീർത്ഥാടന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ടൂർ പോയ ഒരു സ്ഥലത്തേക്ക്. നിങ്ങൾ ചിലർ ഊട്ടി പോയിട്ടുണ്ടാവും, ചിലർ കൊടൈക്കനാലിൽ പോയിട്ടുണ്ടാവും, ചിലർ ശ്രീരാമ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി UP-യിലോട്ട് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലർ മൂകാംബികയിൽ പോയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ പോയ ഈ അടുത്ത് പോയ ഒരു ടൂറിസ്റ്റ് പ്ലേസ്, അവിടെ നിങ്ങൾ ജഗപൊകയാക്കിയത്, അടിച്ചു പൊളിച്ച് പോയത്, വണ്ടിയിലെ പാട്ടും ഡാൻസും, കൂടെ വന്ന ആളുകൾ, അവിടുന്ന് പർച്ചേസ് ചെയ്തത്, അവിടെ സ്ഥലങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലേ. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീടിനെ കുറിച്ച് ഓർക്കുകയാണ്. നിങ്ങളിപ്പോൾ മനസ്സിൽ നിങ്ങളുടെ വീടുണ്ട്, വീട്ടിലെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇപ്പം നിങ്ങൾ വീണ്ടും തിരിച്ച് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു, കണ്ണും തുറക്കും. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ പങ്കെടുത്തൊരു കല്യാണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴാണ് നിങ്ങൾക്ക് അതിലേക്ക് വന്നത്? ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സിലേക്ക് അത് വന്നത് അല്ലേ. എന്ന് വെച്ചാൽ അത് മനസ്സിലില്ലെന്നാണോ? അപ്പൊ ഇതുപോലെ നമ്മുടെ മനസ്സിൽ പല പല ഏരിയകളിലായി പല പല സംഗതികൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ശ്രദ്ധ ഏതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണോ നമുക്ക് അതത് കാര്യങ്ങൾ ഉണ്ടാവുക. ഇപ്പൊ സങ്കടം ഉണ്ടാവുന്ന കാര്യത്തിലാണ് നമ്മുടെ ശ്രദ്ധ ഉള്ളതെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഉണ്ടാവുക? നമ്മുടെ മനസ്സിൽ സങ്കടമായിരിക്കും ഉണ്ടാവുക. അതനുസരിച്ചായിരിക്കും നമ്മുടെ ചിന്തകൾ, അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തികൾ. അതേ സ്ഥാനത്ത് നമുക്ക് സന്തോഷമുള്ള മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിലോ നമ്മുടെ ശ്രദ്ധ സന്തോഷമുള്ള മേഖലയിലേക്ക് എത്തും. ആ സന്തോഷമുള്ള മേഖലയെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് മനസ്സിൽ സന്തോഷങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അതിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ ഘട്ടത്തിലും നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സന്തോഷം എങ്ങനെയുണ്ടാവുന്നത് പറയാമോ? നമ്മുടെ ജീവിതത്തിൽ സന്തോഷം എങ്ങനെയുണ്ടാവുക? എന്താണ് സന്തോഷം എന്ന് പറയാമോ? നമ്മളൊക്കെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? സന്തോഷത്തോടെയാണ് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കാമോ? അയൽവാസി എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാകുമെങ്കിലും നമുക്ക് സന്തോഷം വേണമെന്നായിരിക്കും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ. ഒരു നിമിഷം, ഒരു പരിപാടിക്ക് വരുമ്പോൾ ഞാൻ ലീവ് ആക്കിയിട്ട് വരണമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ലീവല്ല, ബിക്കോസ് എനിക്ക് ഇന്ന് വർക്കിംഗ് ഡേ ആണ്. സൺഡേ ആണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക ഈ ഡിസ്റ്റർബൻസ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റും. കാരണം പല ആളുകളും ഇതുപോലെ സർജറിയുടെ ആവശ്യത്തിന് വരുന്നവരുണ്ടാകും. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടുന്ന ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മിസ്സായി പോകുന്നത് കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണോ മാഷ്? ഓക്കെ ഫൈൻ. ഇടയ്ക്കിടയ്ക്ക് കോൾ വരുള്ളൂ, ഞാൻ അതിപ്പോൾ തന്നെ നിർത്താം. അപ്പൊ ഞാൻ എവിടെ പറഞ്ഞു വന്നത്? സന്തോഷം. എങ്ങനെയാണ് നമുക്ക് സന്തോഷം ഉണ്ടാവണമെന്ന് പറയാമോ? എന്താണ് സന്തോഷം എന്ന് പറയുമോ? ജീവിതത്തിൽ എന്താണ് സന്തോഷം എന്ന് പറയാമോ? സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള സൗഭാഗ്യങ്ങളുടെ സെലിബ്രേഷൻ ആണ് സന്തോഷം. സൗഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, നമുക്കുള്ള നേട്ടങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ അച്ചീവ്മെന്റ്സിന്റെ ഒക്കെ ആഘോഷമാണ് സന്തോഷം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ നേട്ടമുണ്ടെന്ന് പറയാമോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം നേട്ടമുണ്ട്, സന്തോഷിക്കാൻ പറ്റുന്ന എന്തൊക്കെ നേട്ടമുണ്ടെന്ന് പറയാമോ? MA യൂസഫ് അലിക്ക് വിമാനമുണ്ട്, നമ്മുടെ അംബാനിക്ക് 21 നിലയുള്ള ബിൽഡിംഗ് ഉണ്ട്, മോഹൻലാൽ ഉപയോഗിക്കുന്നത് 2 കോടിയുടെ വാച്ചാണ്. ഇതൊന്നും നമുക്കില്ല. അപ്പൊ നമുക്ക് സന്തോഷം ഉണ്ടാവോ? ഉണ്ടാവും. അപ്പൊ സന്തോഷം ഉണ്ടാവാൻ എന്താ വേണ്ടത് പറയൂ? സന്തോഷം ഉണ്ടാവേണ്ടത്, സന്തോഷം എങ്ങനെ ഉണ്ടാവുക? ഒന്നും ചിന്തിക്കാതിരിക്കുക. ശരിയാണ്, ചിന്തിക്കാതിരുന്നാൽ നമുക്കൊന്നും പ്രവർത്തിക്കാനാവില്ല. അതുള്ളത് ഞാൻ വരുന്നുണ്ട്. ഈ ചിന്തിക്കാതിരിക്കുന്ന ആളുകൾക്കുള്ള കാര്യങ്ങൾ എന്താ ഉണ്ടാവുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞാൻ ഈ പറഞ്ഞ ക്ഷേത്രയിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെയുള്ള ആളുകളൊന്നും ചിന്തിക്കണില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അവരങ്ങനെ ഉള്ളത്. അപ്പൊ ചിന്തിക്കാണ്ടിരുന്നാലും പ്രശ്നമാണ്. അപ്പൊ ചിന്ത നമുക്ക് നിർബന്ധമാണ്. പക്ഷെ എന്താണ് നമുക്കുള്ള സൗഭാഗ്യങ്ങൾ എന്നാണ് എന്റെ ചോദ്യം. സൗഭാഗ്യങ്ങൾ നമുക്കൊന്നുമില്ലേ? കണ്ണില്ലാത്ത എത്ര പേരുണ്ട് ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? കാലില്ലാത്ത ആൾക്കാർ ആരെങ്കിലും? കൈയില്ലാത്ത ആളുകളില്ല. കൊറോണ വന്ന എത്ര പേരുണ്ട്? കൊറോണ വന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഇവിടെ കൊറോണ വന്നില്ല.
ഭൈരവൻ വളരെ എന്താ പറയാ, നിങ്ങളെ നന്നായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ. ഇത്രയും ആളുകൾ കൊറോണ ആയിട്ട് വന്നിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ ഈ പറഞ്ഞ പോലെ ബൈപ്പാപ്പ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഈ വെന്റിലേഷൻ ഇല്ലാണ്ട് എന്റെയൊക്കെ കൺമുന്നിൽ മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു വീഴുന്ന കാണുമ്പോൾ മക്കൾ നിസ്സഹാരായി നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ വലിയ പൈസക്കാര് ഓക്സിജന് പകരം നോട്ട് കെട്ടുകൾ വിതറാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ അമ്മയൊക്കെ നിസ്സഹായായി മരിക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ ഈ പറയുന്ന എന്താ പറയാ PPE കിറ്റ് എല്ലാം ഇട്ട് ബോഡി ആംബുലൻസ് കൊണ്ടുപോയി മാവൂർ റോഡിലെ ഇലക്ട്രിക്കൽ ശ്മശാനത്തിൽ സംസ്കരിച്ച് ഒരു പാത്രത്തിനെ ഭസ്മമാക്കി അവർക്ക് കൊണ്ടുകൊടുത്തിട്ടുണ്ട്. അമ്മയെ കുളിപ്പിച്ചില്ല, അമ്മയ്ക്ക് പൊട്ടുതൊട്ടില്ല, അമ്മയെ അവസാനമായി അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തില്ല. അങ്ങനെയൊക്കെ മരിച്ചുപോയ ആളുകൾ ലക്ഷക്കണക്കിനുണ്ട്. ഇന്നും നമ്മൾ ജീവിച്ചിരിപ്പുണ്ട്. അത് നമുക്ക് സൗഭാഗ്യമാണോ? നമുക്ക് എന്നും രാവിലെ എഴുന്നേൽക്കാൻ പറ്റി, അതൊരു സൗഭാഗ്യമല്ലേ? നമുക്ക് ശ്വസിക്കാൻ വായു കിട്ടി, ഓക്സിജൻ കിട്ടി. ഞങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ വന്നു കഴിഞ്ഞാൽ ICUവിൽ കൊണ്ടിട്ടുണ്ടല്ലോ. നമുക്ക് ആകെ 8 9 ദ്വാരമാണ് ജന്മന നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ 9 ദ്വാരത്തിൽ കൂടെ ഒരു 15 ട്യൂബൊക്കെ ഇട്ട് നിങ്ങൾ അതിനകത്ത് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഭഗവാനോട് നമ്മൾ ഇവിടെ വരും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ, ഭഗവാനെ എനിക്ക് പരസഹായം ഒന്നുമില്ലാണ്ട് ജീവിക്കാനാവണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ക്ഷേത്രത്തിൽ വന്നിട്ട് നിങ്ങൾ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് വഴിപാടെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ഭഗവാനോട് അനുവാദം വാങ്ങിച്ചിട്ട് വേണം പോവാൻ. അങ്ങനെ പോകുന്ന എത്ര പേരുണ്ട്? ക്ഷേത്ര സന്നിധിയിൽ വന്നിട്ട് ഭഗവാനോട് ഞാൻ ഭഗവാനെ പോവാണ്, ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ നാളെ ഇനി തിരിച്ചിങ്ങോട്ട് വരുമോ എന്ന് എനിക്ക് പറയാനാവില്ല, കാരണം ഇനി പോകുന്ന വഴിക്ക് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. എന്നാലും എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, എനിക്ക് ഭഗവാനെ പരസഹായം ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയണേ. എന്റെ മക്കളുടെയൊക്കെ സാമ്പത്തികം കൊണ്ടും അവരുടെ പൈസ കൊണ്ടൊക്കെ ജീവിക്കേണ്ട ഗതികേട് എനിക്ക് വരുത്തരുതേ. എന്റെ കൈ എന്റെ എപ്പോഴും തലേന്റെ അടിയിൽ ഉണ്ടായിരിക്കണം. എന്റെ സ്വത്തും മുതലൊക്കെ നിങ്ങൾ മക്കൾക്കൊന്നും നേരത്തെ എഴുതി കൊടുക്കാതിരിക്കുക. അതാണ് പരമപ്രധാനമായ സംഭവം. എന്റെ ഹോസ്പിറ്റലിൽ വരുന്ന എത്രയോ പേരുണ്ട്, അമ്മയുടെ ബില്ലടയ്ക്കാൻ പറ്റാണ്ട് മക്കൾ തമ്മിൽ വിടിയും വലിയും കൂടുതൽ ഞാൻ കാണാറുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാലശേഷം മറ്റുള്ളവർക്ക് എന്നുള്ള രീതിയിലാക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പരസഹായം ഉണ്ടാവും. വേറെ ഒന്ന് നിങ്ങൾ പറയേണ്ടത്, ഭഗവാനോട് പറയേണ്ടത്, എനിക്ക് ഈ പറഞ്ഞ പോലെ അനായാസേന മരിക്കാനാവണേ എന്നാണ്. ക്രിസ്ത്യൻ പുരോഹിതർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വേദഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, നീതിമാൻ ഉറക്കത്തിൽ മരിക്കുമെന്ന്. നിങ്ങൾ മരിക്കുകയാണെങ്കിൽ അതേപോലെ നമുക്ക് ഉറക്കത്തിൽ മരിക്കാൻ കഴിയണം. അങ്ങനെയായിരിക്കണം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്, അനായാസേന മരിക്കാനാവണേ എന്ന്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അവസാന ഘട്ടത്തിൽ നമുക്ക് വായുകൂടെയും മുക്കുകൂടെയൊക്കെ ട്യൂബ് ഇട്ട് ശ്വാസം മുട്ടി ചക്രശ്വാസം വലിച്ച് മരിക്കാനുള്ള അവസരം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുക. മൂന്നാമത് നമ്മൾ ഭഗവാനോട് പറയാനുള്ളത്, ഭഗവാനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഭഗവാനാണ്. ഭഗവാന്റെ അടുത്ത് വന്നിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും സങ്കടങ്ങളൊക്കെ പറയാറ്. എന്റെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയാം. അതുകൊണ്ട് മരണശേഷം എനിക്ക് ഭഗവാനെ കാണാൻ കഴിയണേ, എനിക്ക് ഭഗവാനെ ദർശിക്കാൻ കഴിയണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ആവുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? നമുക്ക് മോക്ഷം ഉണ്ടാവുക. ജീവിതത്തിന്റെ ഈ സംസാര സാഗരത്തിൽ നിന്നെല്ലാം നമുക്ക് ഇനിയൊരു പുനർജന്മം ഉണ്ടാവാതെ നമുക്ക് നേരിട്ട് മോക്ഷം കിട്ടുന്ന രീതിയിലേക്ക് ഭഗവാൻ എന്നെ സഹായിക്കണേ എന്നാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സൗഭാഗ്യങ്ങളെ കുറിച്ചാണ്. സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ സൗഭാഗ്യങ്ങളുടെ സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താണ് സന്തോഷം എന്ന് ചോദിച്ചു. സന്തോഷം എന്ന് പറയുന്നത്, നമുക്ക് എന്നും രാവിലെ എഴുന്നേൽക്കാൻ കഴിഞ്ഞു, നമുക്ക് എന്നും വായു ശ്വസിക്കാൻ കഴിഞ്ഞു, ഇന്നും നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു, ഇന്നും നമുക്ക് അതുപോലെ എന്താ പറയാ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, ഇവിടെ വരാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സൗഭാഗ്യങ്ങൾ. ഈ സൗഭാഗ്യങ്ങളെ കുറിച്ച് നമ്മൾ സന്തോഷം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതിനാണ് സന്തോഷം. അങ്ങനെയാണ് ഈ ദുഃഖം എങ്ങനെ ഉണ്ടാവണമെന്ന് പറയാമോ? അതിനേക്കാൾ മുമ്പ് ഈ സന്തോഷമില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അതിനെക്കുറിച്ച് പറയാം. എന്റെ ഹോസ്പിറ്റലിൽ വരുന്ന പല രോഗികൾക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്ത് രോഗം വന്നാലും അതിനെ ചികിത്സിക്കാം എന്നുള്ള രീതിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് രോഗത്തിനും ചികിത്സയുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ പലപ്പോഴും അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചികിത്സിച്ച് മാറാൻ പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. നമ്മൾക്ക് 24 മണിക്കൂറാണ് എല്ലാവർക്കും, അല്ലേ? ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും 24 മണിക്കൂറാണ് ഉള്ളത്. അതിൽ നമ്മൾ ഉറങ്ങാനും മറ്റു കാര്യങ്ങൾക്കായിട്ട് ഒരു 8-10 മണിക്കൂർ ചെലവഴിക്കും. ബാക്കി നമ്മുടെ ജോലി വരുമാന മാർഗത്തിനായി നമ്മൾ ഒരു 8 മണിക്കൂർ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ ബാക്കിയുണ്ട്. അതായത് 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന എത്ര പേരുണ്ട്? 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന എത്ര പേരുണ്ട്? വെരി ഗുഡ്. എന്തെങ്കിലും വ്യായാമങ്ങൾ ചെയ്യുക, ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നടക്കുക. അങ്ങനെ എത്ര പേരുണ്ട്? നടക്കുന്ന എത്ര പേരുണ്ട്? വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെയൊക്കെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാണ്ടല്ലോ, നമുക്ക് അവസാന നിമിഷങ്ങളിൽ കുറെ കളർഫുൾ ആയ മെഡിസിൻസ് ഒന്നും വാരി തിന്ന് നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ട് മരിക്കാതെ നമുക്ക് സുഖമായിട്ട് മരിക്കാൻ പറ്റും. രോഗങ്ങൾ നമ്മളിലേക്ക് വരില്ല. രോഗം വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനമായ സംഭവം നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൽ എനിക്ക് ഏറ്റവും പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുണ്ട്, രാംദാസ് നായിക് എന്ന് പറഞ്ഞിട്ട്, ഡയബറ്റിക്കിന്റെ ഡോക്ടറാണ് അദ്ദേഹം. നമ്മുടെ ശശിയേട്ടനെയൊക്കെ മൂപ്പരായിരുന്നു ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ഫേമസ് ആണ്. ഡെയിലി ഒരു 100-150 പേഷ്യൻസ് അദ്ദേഹത്തിന് ഉണ്ടാവും.
അദ്ദേഹത്തിന്റെ പ്രധാന ചികിത്സ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഈ ഷുഗർ ഡയബറ്റിക് പേഷ്യൻസിനെയാണ്. എങ്ങനെയാണ് നമുക്ക് ഷുഗർ ഉണ്ടാകുന്നത് പറയാമോ? പാരമ്പര്യമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ഒരു സർട്ടൻ പെർസെന്റേജ് മാത്രമാണ്. ജനിതകമായി നമ്മളിലേക്ക് അത് പകരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെയാണ് നമ്മൾക്ക് ഷുഗർ ഉണ്ടാവുക. എങ്ങനെയാണ് ഈ ഷുഗർ ഉണ്ടാവുന്നതെന്ന് പറയാമോ? എന്താണ് ഷുഗർ എന്ന് പറയാമോ? നമ്മൾ പലപ്പോഴും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം പുറത്തേക്ക് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്, പക്ഷെ നമ്മളിലേക്ക് നമ്മൾ നോക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ സംഭവം. എന്താണ് ഷുഗർ? അന്നജം നമ്മൾ അറിയാം അല്ലെ? നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഫുഡ്സിൽ, അതായത് നമ്മൾ കഴിക്കുന്ന അരിഭക്ഷണം, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതെല്ലാം അന്നജമാണ്, അല്ലെങ്കിൽ അതിനകത്തുള്ളതെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഈ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് അതിനെ ഗ്ലൂക്കോസ് ആയി കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസിനെ സൂക്രോസ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു എൻസൈം ഉണ്ട്. അതിന്റെ പേരാണ് ഇൻസുലിൻ. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻസ് അല്ലെങ്കിൽ ഗാൽബാഡർ നമ്മൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു എൻസൈമാണ്. അതിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി ഉണ്ടാക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. നമ്മൾ കണ്ടമാനം കാർബോഹൈഡ്രേറ്റ് ഫുഡുകൾ കഴിക്കുമ്പോൾ നമുക്ക് അതിനെ ആവശ്യത്തിലധികം ഗ്ലൂക്കോസുകൾ ശരീരത്തിൽ ഉണ്ടാകുകയും അതിനെ വിഘടിപ്പിക്കാൻ നമ്മുടെ ഇൻസുലിൻ പര്യാപ്തമല്ലാതാവുകയും ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റിക് അല്ലെങ്കിൽ ഷുഗർ. ഈ ഷുഗർ ഇല്ലാതാക്കണമെങ്കിൽ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അരി ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളതാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അത്രയേറെ അധ്വാനിക്കുന്ന ആളുകളായിരുന്നു. ഇന്ന് നമുക്ക് വളരെ അധ്വാനം വളരെ കുറവാണ്, വളരെ ലേസിയാണ്. നമുക്ക് വീടിന്റെ മുന്നിൽ തന്നെ വണ്ടികൾ ഉണ്ടാവും, ഓരോരുത്തരുടെ വീട്ടുകളിലും വാഹന സൗകര്യങ്ങളുണ്ട്. നമുക്കധികം നടക്കേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ അധ്വാനിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മൾക്ക് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റുകൾ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റി ആ ഗ്ലൂക്കോസിനെ സൂക്രോസ് ആക്കി നമ്മുടെ കോശങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ശരീരത്തിനകത്ത് കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ ഡയബറ്റിക് ആവുക. ഡയബറ്റിക് ഒരു വല്ലാത്ത രോഗമാണ് കേട്ടോ. നിങ്ങൾ മറ്റേത് രോഗമാണെങ്കിലും നമുക്ക് പെട്ടെന്ന് മരിച്ചു പോകാനുള്ള അവസരമുണ്ടോ? ഡയബറ്റിക് നമ്മളെ നരകിച്ച് മരിപ്പിക്കും. അത് കാണണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിലോട്ട് വന്നാൽ മനസ്സിലാവും. എല്ലാ ദിവസവും ഞാൻ മിനിമം ഒരു 200-220 പേഷ്യൻസിനെ കാണാറുണ്ട്. അദ്ദേഹത്തിന് ചോദിച്ചാൽ മനസ്സിലാക്കും. മൂപ്പര് എപ്പോഴും കാണുന്ന ആളാണ്, മൂപ്പര് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരാറുള്ള ആളാണ്. അവരോട് ചോദിച്ചാൽ മനസ്സിലാകും അവിടെയുള്ള ആളുകൾ വളരെ പരമദയനീയമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു രോഗാവസ്ഥയിലേക്ക് നമ്മൾ എത്താതിരിക്കണമെങ്കിൽ നമ്മൾ മിനിമം ചെയ്യേണ്ടത്, ഇന്നിപ്പോ ഞാൻ നിങ്ങളോട് ചോദിച്ചു എത്ര പേര് നിങ്ങൾക്ക് 1 മണിക്കൂർ വേണ്ടി ചെലവഴിക്കാറുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് ആൾക്കാരാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു ഒരു 4-5% ആളുകൾ മാത്രമേ സ്വന്തമായി വ്യായാമം ചെയ്യുന്നുള്ളൂ. നമ്മൾ എന്താ പറയാന്നറിയാമോ വ്യായാമം ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ? ഞാൻ വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ വ്യായാമത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ശരിയാണോ? അത് ശരിയാണോ? നമ്മുടെ ശരീരത്തിൽ എസെൻഷ്യലായി ഉണ്ടാക്കേണ്ടുന്ന ഉൽപ്പാദിപ്പിക്കേണ്ടുന്ന 4 ഹോർമോണുകളുണ്ട്. അത് വ്യായാമത്തിലൂടെ മാത്രം കിട്ടുന്ന ഹോർമോണുകളാണ്, ചിരിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഹോർമോണുകളാണ്. അത് ഏതാണെന്നറിയാമോ? അതിനെയാണ് നമ്മൾ പറയുക നമ്മളുടെ സന്തോഷം ഉണ്ടാക്കുന്ന ഹോർമോണുകൾ. ഏതൊരു വ്യക്തിയിലാണോ സന്തോഷത്തിന്റെ ഹോർമോണുകൾ കൂടുതലായിട്ടുള്ളത് അവർ ജീവിതത്തിൽ കഷ്ടപ്പെട്ടെന്ന് അറിയിച്ച് മരിക്കേണ്ടി വരില്ല. അവർ വളരെ ഹാപ്പി ആയിരിക്കും. ഏതാണ് ഈ ഹോർമോണുകൾ എന്നറിയാമോ? ഇതൊന്നും നമ്മൾ ഒരുപക്ഷെ പാഠ്യ വിഷയത്തിൽ നമ്മളുടെ മാഷന്മാരും നമ്മുടെ ടീച്ചർമാരൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഈ ഹാപ്പി ഹോർമോൺസ് എന്താണ് ഒരുപക്ഷെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. നമ്മളത് അത്ര ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല. ഞാൻ മാഷന്മാരെ താഴ്ത്തി പറയല്ല കേട്ടോ, സോറിയാ. ഈ അധ്യാപന വിഷയത്തിനകത്ത് നമുക്ക് ഒരുപക്ഷെ ഈ പറയുന്ന ഹാപ്പി ഹോർമോൺസിനെ കുറിച്ച് എത്ര പേർക്കറിയാം? ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ ആൻഡ് എൻഡോർഫിൻ. ഡോസ് എന്നാണ് അതിനെ ഓർത്ത് വെക്കാൻ എളുപ്പം. ഈ 4 ഹോർമോൺ നമുക്ക് വളരെ എസെൻഷ്യൽ ആണ്. അതിനകത്ത് ഡോപ്പമിൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് ഒരു അഡിക്റ്റീവ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ എന്തെങ്കിലും ഒരു അഡിക്ഷനിലേക്ക് നമ്മൾ പോകണം. ചില ആളുകൾക്ക് കാപ്പി കുടിച്ചാൽ അത് കിട്ടും, ചില ആളുകൾക്ക് സിഗരറ്റ് വലിച്ചാൽ കിട്ടും, ചില ആളുകൾക്ക് 2 പെഗ് അടിച്ചാൽ കിട്ടും. അങ്ങനെ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഡോപ്പമിൻ. ഈ ഡോപ്പമിൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സസ്റ്റനൻസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഡോപ്പമിൻ ഉണ്ടാക്കുന്നതെങ്കിൽ അതൊരു ദോഷത്തിലേക്ക് പോകും. കാരണം നിങ്ങൾ അതിന് അടിമയായി പോകും. മദ്യത്തിനകത്ത് നിങ്ങളിപ്പോൾ ആദ്യം 2 പെഗ് അടിക്കും, അന്നേരം കുറച്ച് സന്തോഷം ഉണ്ടാവും. അത് കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധി പറയും പോരാ, ഒരു 2 എന്നുള്ളത് 3 ആകും, 3 4 ആകും, പിന്നെ അടിച്ച് പൂപ്പിറ്റിയായി ഡോപ്പമിനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രധാന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക, എക്സസൈസുകൾ ചെയ്യുക. എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ ഉണ്ടാവും. അടുത്തതാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ ഇതുപോലെ തന്നെ നമുക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഹോർമോണാണ്. ഈ ഓക്സിറ്റോസിൻ നമുക്ക് എങ്ങനെ ഉണ്ടാവുക? ഓക്സിറ്റോസിൻ ഒരു ലവ് ഹോർമോണാണ്. നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ ആളുകളെ തോളത്ത് കൈയിട്ട് നടക്കാൻ പറ്റുന്ന സൗഹൃദങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അറബ് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അറബികൾ കണ്ട ഉടനെ ഇങ്ങനെ ഹഗ് ചെയ്യും, കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? അങ്ങനെ ഹഗ് ചെയ്യുന്ന സമയത്തൊക്കെ അവരിൽ ഈ ഓക്സിറ്റോസിൻ ഹോർമോൺ ഉണ്ടാവും. നമ്മൾ ഷെയ്ക്കൻ കൊടുക്കുക, നമ്മളൊരാളെ കാണുമ്പോൾ അവരെ ഷെയ്ക്കൻ കൊടുക്കുക, ആളുകളെ ചേർത്ത് നിർത്തുക. ഇപ്പൊ അമ്മ തന്റെ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെക്കുമ്പം മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അവരിൽ പാല്
ഡിസ്ക്രീറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഹോർമോൺ ഉണ്ടാകുമ്പോഴാണ്. അടുത്താണ് സെറോട്ടോണിൻ. സെറോട്ടോണിൻ എങ്ങനെ ഉണ്ടാവുക? സെറോട്ടോണിൻ ശരിക്കും പറഞ്ഞാൽ സെറോട്ടോണിൻ കുറവുള്ള ആളുകൾ വളരെ ഡിപ്രസ്ഡ് ആയിരിക്കും. ഇവിടെ ആരെങ്കിലും ഒക്കെ അതുപോലെ ചിരിക്കാൻ വൈമുഖ്യത കാണിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിലൊക്കെ ഒരു എന്താ പറയാ ഒരു ഇഷ്ടമില്ലാത്ത ആളുകൾ, ഇപ്പോൾ ഒതുങ്ങിക്കൂടി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിലൊക്കെ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അവരിൽ ഈ പറഞ്ഞിരിക്കുന്ന സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് വളരെ കുറവായിരിക്കും. അങ്ങനെ അവർക്ക് കൊടുക്കുന്ന പല മെഡിസിൻസിലും ഈ സെറോട്ടോണിൻ എന്താ പറയുക ബൂസ്റ്റേഴ്സ് ആയ മെഡിസിൻസ് ആണ് കൊടുക്കുക. അപ്പൊ സെറോട്ടോണിൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? നമ്മൾക്ക് എക്സസൈസ്, യോഗ പോലുള്ള സംഭവങ്ങൾ, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ പറ്റുക, എന്തെങ്കിലുമൊക്കെ ഒരു അക്വേറിയം നമ്മുടെ വീടുകളിൽ ഉണ്ടാവുക, അതുപോലെ എന്തെങ്കിലും പൂച്ചെടികളോ പൂന്തോട്ടമോ അതുപോലെ എന്തെങ്കിലുമൊക്കെ പെറ്റുകളെയൊക്കെ വളർത്തുക. പെറ്റ് എന്ന് പറയാൻ നമുക്കറിയാലോ അല്ലേ, നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന പൂച്ച, നായ പോലെയുള്ള സംഭവത്തിനൊക്കെ വളർത്തി കഴിഞ്ഞാൽ അതിനെ കുഞ്ചിക്കുകയും ലാളിക്കുകയും തീറ്റ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഈ സെറോട്ടോണിൻ. അവസാനമാണ് എൻഡോർഫിൻ. എൻഡോർഫിൻ ഒരു വേദന സംഹാരിയാണ്. ഈ വേദന സംഹാരി ആയ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാ വേദനകൾ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമുക്ക് ചിരിക്കാൻ കഴിയാന്നുള്ളതാണ്. ചിരിക്കാൻ പറ്റുന്ന ഒരവസരം നമ്മൾ മിസ്സാക്കരുത്. തമാശ പടങ്ങൾ കാണുകയും തമാശ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിരിക്കാൻ തോന്നുകയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുക. ഈ പൊട്ടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഹോർമോണാണ് ഈ പറഞ്ഞ എൻഡോർഫിൻ. ഈ എൻഡോർഫിനും ഓക്സിറ്റോസിനും ഡോപ്പമിനും ഒക്കെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ടുള്ള നിലയിലുള്ള ആളുകൾക്ക് രോഗങ്ങൾ വളരെ കുറവായിരിക്കും. ഇനി അഥവാ വന്നാൽ തന്നെ ചെറിയ ചെറിയ അസുഖങ്ങളായിരിക്കും. പക്ഷെ ഇവിടെയുള്ള ആളുകൾ പലപ്പോഴും ചിരിക്കാൻ വൈമുഖ്യത കാണിക്കാറുണ്ട് അല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് മറ്റൊരാളോട് ചിരിക്കുമ്പോൾ എന്തോ ഒരു കുറച്ചിൽ പോലെയാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് ഇടപെടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക ഒതുങ്ങിക്കൂടി ഞാൻ ഒരു കാര്യത്തിനും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വലിയ വീടുണ്ടാക്കും. ആ വീടിന്റെ മുറ്റത്ത് നമ്മളൊരു വലിയ മതിലൊക്കെ കെട്ടി ഒരു വലിയ ഗേറ്റൊക്കെ വെച്ച് നമ്മളായി നമ്മുടെ ലോകമായി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ കാലം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മളുടെ ആശുപത്രികളൊക്കെ ഇങ്ങനെ നിറച്ച രോഗികളായി മാറണത്. നമുക്ക് തന്നെ പലപ്പോഴും പല രോഗങ്ങളുമാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പലപ്പോഴും അതിശയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ രോഗികളായിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലൊക്കെ ഈ അടുത്ത് പോയ എത്ര പേരുണ്ട്? മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ജനങ്ങളുടെ ഒരു 75% ആളുകൾ രോഗികളാണോ എന്ന് തോന്നിപ്പോകും. അത്രയ്ക്കും തിരക്കാണ് അവിടെ ശരിക്കും ട്രിപ്പ് കൊടുക്കേണ്ടുന്ന ആളുകൾ പോലും വരാന്തയിലാണ് കിടക്കുന്നത്. അത്രയ്ക്കും രോഗികൾ, വാർഡുകളെല്ലാം നിറച്ചുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത രീതി, നമ്മുടെ ജീവിത ശൈലി കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നമുക്ക് നമ്മളെ അറിയുന്നില്ല. നമ്മൾ ഈ രോഗം വരാതിരിക്കാൻ വേണ്ടി ഒന്നും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രധാന പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിൽ സന്തോഷിക്കാൻ പറ്റുന്ന അവസരങ്ങളൊന്നും നമ്മൾ മിസ്സാക്കരുത്. ചിരിക്കാൻ പറ്റുന്ന അവസരങ്ങൾ, തമാശ പടങ്ങൾ കാണുക, തമാശകൾ കേൾക്കുക, എന്നിട്ട് പൊട്ടിച്ചിരിക്കുക. അതേപോലെ തന്നെയാണ് കരയാൻ കഴിയുന്ന സമയത്തും നമ്മൾ പൊട്ടിക്കരയേണ്ടുന്ന അവസരങ്ങളിൽ നമ്മൾ പൊട്ടിക്കരയാൻ തന്നെ വേണം. കാരണം കരച്ചിലുകളൊന്നും നമ്മൾ ഒതുക്കി വെക്കരുത് മനസ്സിനകത്ത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ പറ്റും? ഈ പറഞ്ഞ എൻഡോർഫിൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. അപ്പൊ ഞാൻ എവിടെ പറഞ്ഞു വന്നേ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടതാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ഇതുവരെ മുന്നോട്ട് പോകാം. ഓക്കെ, ആളുകൾക്ക് ബോറടിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചാൽ നിങ്ങൾ ഒരു പക്ഷേ ആധ്യാത്മിക പ്രഭാഷണത്തിന്റെ ഭാഗമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചും വിഷ്ണു ഭഗവാനെ കുറിച്ചും ഒക്കെ ആയിരിക്കും പറയേണ്ടി വരിക, അല്ലെങ്കിൽ ഞാനിപ്പോ പോകുന്ന വഴിയൊക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും പറയാനായിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടാവുക. പക്ഷെ ഞാൻ അതിൽ നിന്ന് മാറി നമ്മളെ കുറിച്ച് മനസ്സിലാക്കാൻ പറയുക. നിങ്ങൾ നാളെ രോഗികളായി എന്റെ ആശുപത്രിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. പക്ഷെ എന്റെ പ്രധാനമായ ജോലി എന്ന് പറഞ്ഞാൽ എന്റെ ആശുപത്രിക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കലാണ് എന്റെ ജോലി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കുറച്ച് ആദ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഈ ആദ്യമല്ല മാറി നിങ്ങൾക്ക് കുറെ വ്യാധി വന്നാൽ എനിക്ക് കുറെ ബിസിനസ് കിട്ടും എന്നുള്ള രീതിയിലാണ് എന്റെ ഉദ്ദേശം. ഞാൻ ശരിക്കും പറഞ്ഞ ഇവിടെ വന്നതിന്റെ കാര്യം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യണില്ല. ബിക്കോസ് ആദിയിൽ നിന്നാണ് വ്യാധി ഉണ്ടാവുന്നത്. നമുക്കറിയാം അല്ലേ, നമുക്ക് മനസ്സിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സന്തോഷിക്കാൻ 100 കൂട്ടം കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനൊന്നും എന്താ വലിയ പ്രാധാന്യം കൊടുക്കില്ല. നമുക്ക് ദുഃഖിക്കാൻ പറ്റുന്ന അവസരം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിനകത്ത് തന്നെ ഒതുങ്ങിക്കൂടി നിൽക്കും. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേക അജണ്ടയുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, സ്ലീപ്പിംഗ് മോഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അല്ലെങ്കിൽ പവർ സേവിംഗ് മോഡ് എന്നൊരു മോഡുണ്ട്. നമ്മളതൊക്കെ ആക്ടിവേറ്റ് ചെയ്തു. ചില സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ചാർജ് കുറവാണെങ്കിൽ ആ ചാർജ് സേവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ അതിനെ സ്ലീപ്പ് മോഡിലേക്ക് മാറ്റും, അല്ലെങ്കിൽ നമ്മൾ അതിനെ പവർ സേവിംഗ് മോഡിലോട്ട് മാറ്റും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ തലച്ചോറിന്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ തലച്ചോറിന്റെ ഒരു അജണ്ടയാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ അലസരാക്കി ഇരുത്തുക എന്നുള്ള കാര്യം. അതിനെന്തെങ്കിലും ഒരു കാരണം വേണം. ഇനി ഒരു കാരണവും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നോക്കി കയ്യിലോ കാലിലോ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മുഴ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഞെക്കി നോക്കിയിട്ട് ഭഗവാനെ ഇതിന് എന്തോ മുഴയാണ്. ഞാൻ എന്തിനെന്നറിയോ ഓരോ പ്രാവശ്യവും പറഞ്ഞു നിർത്തിയതിനു ശേഷം നിങ്ങളോട് എവിടെയാണ് ഞാൻ പറഞ്ഞു തന്നതെന്ന് ചോദിച്ചതിന്റെ കാര്യം എന്നറിയാമോ? നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യന് മാത്രമുള്ള ഒരു ഗുണമാണ് അറിയോ, നമുക്ക് ഇന്നലെ കുറിച്ചും ചിന്തിക്കാം, ഇന്നിനെ കുറിച്ചും ചിന്തിക്കാം, നാളെയെ കുറിച്ചും ചിന്തിക്കാം അല്ലെ. എവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം, നാളെ നടക്കേണ്ട സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഉത്കണ്ഠപ്പെടാം, ഇന്നലെ നടന്ന സംഭവത്തിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കിടന്ന് വ്യാചാരപ്പെടാം. എന്റെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാനും നിങ്ങൾക്ക് പറ്റും. അത് മനുഷ്യന് മാത്രമുള്ള കഴിവുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയുണ്ടോ, നിങ്ങളുടെ ശരീരവും മനസ്സും ഇവിടെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ചോദിക്കുന്നത് നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയെന്നുള്ള കാര്യം.
അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളിപ്പോ എവിടെയാ പറഞ്ഞു നിർത്തിയത്? നമുക്ക് വിഷമിക്കാനുള്ള അല്ലെങ്കിൽ സങ്കടം ഉണ്ടാവാനുള്ള കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ സന്തോഷിക്കാനുണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് എന്തെങ്കിലും ദുഃഖിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരിക്കലും മിസ്സാക്കാറില്ല. ഒരു കാര്യത്തിലും നമുക്ക് ദുഃഖിക്കാനില്ല എന്ന് വിചാരിക്കുക ഭഗവാന്റെ സഹായം കൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയുമോ? നമ്മുടെ കയ്യിലോ കാലിലോ അവിടെയോ എന്തെങ്കിലും മുഴയൊക്കെ ഉണ്ടെങ്കിൽ ആ മുഴയൊക്കെ ഒന്ന് ഞെക്കി നോക്കി, ഭഗവാൻ ഇതെന്തോ വലിയ മഴയാണ്, ഇതൊന്നും അനക്കമില്ലല്ലോ കുറച്ചോനെ, ഇതിന് ഇനി വല്ല ക്യാൻസറോ മറ്റോ ആവോ? നമ്മൾ ചുമ്മാ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെയുള്ള കാലം മുഴുക്കെ നമ്മൾ എന്താക്കും? അതിന്റെ വിഷമമായിട്ട് അങ്ങനെ നടക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളുടെ തലച്ചോറ്, നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എനർജിയുടെ 20% നമ്മുടെ ബ്രെയിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഒക്കെ മെലിയണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായാൽ മതി? മാനസികമായിട്ട് ചുമ്മാ വിഷമിച്ചാൽ മതി. അപ്പൊ നമ്മളുടെ എനർജി കംപ്ലീറ്റ് ബ്രെയിൻ യൂസ് ചെയ്യും, നമ്മൾ അങ്ങനെ മെലിയുകയും ചെയ്യും. അല്ലാണ്ട് ഡയറ്റിംഗ് പ്ലാനും ഒക്കെ സെറ്റ് ചെയ്ത് എന്തൊക്കെയൊക്കെയോ ഫുഡുകളും കാര്യങ്ങളും ഒക്കെ കഴിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എക്സസൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചുമ്മാ ടെൻഷൻ അടിച്ചാൽ മതി, നിങ്ങൾ മെലിഞ്ഞോളും. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വിഷമവും വേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് രോഗിയായി തീരണമെന്നാണ് ആഗ്രഹിക്കേണ്ടതെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക് പെട്ടെന്നാണ് മരിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ദിവസം ചുമ്മാ ദേഷ്യപ്പെടുക. രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഒരു 10 മിനിറ്റ് ദേഷ്യപ്പെടുക. ആരോടെങ്കിലും, മോളാണെങ്കിലും മോനാണെങ്കിലും മരുമോളാണെങ്കിലും ഒക്കെ ചുമ്മാ അങ്ങോട്ട് ദേഷ്യപ്പെടുക. അങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അസുഖം വരും എന്നൊരു കാര്യം ഉറപ്പാണ്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അറിയാമോ? നമ്മുടെ ശരീരത്തിനകത്ത് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡ് ഉണ്ട്. കിഡ്നിയുടെ തൊട്ട് മേലെ നെല്ലിക്കയുടെ അളവിലുള്ള 2 സംഭവങ്ങളാണ് അഡ്രിനൽ ഗ്ലാൻഡ്സ്. ഈ അഡ്രിനൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എൻസൈമാണ് അല്ലെങ്കിൽ ഒരു ഹോർമോണാണ് അഡ്രിനൽ കോർട്ടിക്കോട്രോഫി ഹോർമോൺ. ഈ അഡ്രിനൽ കോർട്ടിക്കോട്രോഫി ഹോർമോണിന്റെ പ്രത്യേകത എന്നറിയാമോ? ശരിക്കും പറഞ്ഞാൽ അത് നമ്മളുടെ ഇവല്യൂഷന്റെ ഭാഗമായി നമ്മുടെ ഈ പറഞ്ഞ പോലെ മനുഷ്യനായി മാറുന്ന രൂപാന്തരപ്പെടുന്ന അവസ്ഥയിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ പറഞ്ഞ അഡ്രിനൽ കോർട്ടിക്കോട്രോഫി. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു മൃഗത്തിന്റെ മുന്നിൽ ചെന്നപ്പെട്ട് കഴിഞ്ഞാൽ, പണ്ടുണ്ടായിരുന്ന ഗുഹാമനുഷ്യരും വനങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരൊക്കെ മൃഗത്തിന്റെ ഒക്കെ മുന്നിൽ ചെന്നപ്പെടുമ്പം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെ പ്രാപ്തനാക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് അതിന് വേണ്ടുന്ന എനർജി തരുന്ന ഒരു ഹോർമോണാണ് ഈ അഡ്രിനൽ കോർട്ടിക്കോട്രോഫി ഹോർമോൺ. നമുക്ക് ഉത്കണ്ഠകളിൽ നിന്ന്, ദേഷ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഭയം വരുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന ഒരു ഹോർമോണാണ് ഇത്. ഇതിന്റെ ഒരു ദോഷം എന്ന് പറഞ്ഞാല് ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റിയെ കുറച്ച് കളയും. അതാണ് ഈ ACTHSന്റെ കുഴപ്പം. അപ്പൊ നമ്മൾ ദിവസവും ദേഷ്യപ്പെടുകയാണെന്ന് വെച്ചോളൂ, ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഉത്കണ്ഠ ഉണ്ടാവുക, മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ നമുക്ക് വല്ലാത്ത ബേജാറും വേവലാതി ഉണ്ടാവുകയാണെങ്കിൽ എന്താ ഉണ്ടാവണത്? നമ്മൾ സ്വയം രോഗിയായി മാറുകയാണെന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു പ്രധാന കാര്യം, നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇത്തരത്തിൽ വേവലാതികൾ വേണ്ട എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന സംഭവം ഉണ്ടെങ്കിൽ സന്തോഷിക്കുക. ഈ ലോകത്ത്, ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ ഈ ലോകത്ത്. ആരാണെന്ന് പറയാമോ? നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളെ മാത്രമേ നിയന്ത്രിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് നിയന്ത്രണമുള്ളൂ. മറ്റൊരാളിൽ എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും അല്ലെ? മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവനെ ഒരു പ്രാപ്തനാക്കി അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവൻ ഒരു കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാലോ, മകനായി, മകന്റെ ഭാര്യയായി, പിന്നെ മകന്റെ ഭാര്യയും കൂടെ നമുക്ക് പ്രശ്നമായി അല്ലെ? പിന്നെ മകന്റെ ഭാര്യന്റെ അടുത്തുള്ള കാര്യങ്ങൾ പ്രശ്നമായോ, അതുവരെ ഞാൻ 10 മാസം പെറ്റുപോയിട്ട് കഥകളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ അവന് പെണ്ണ് പിടക്കോഴിയൊക്കെ ആയി കഴിഞ്ഞപ്പോ എന്നെ വേണ്ടാണ്ടായി, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഉത്കണ്ഠയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ദീർഘായുസ് ഉണ്ടാവണമെങ്കിൽ വേണ്ടുന്ന ഒറ്റ കാര്യമുള്ളൂ. എന്താണെന്നറിയുമോ? ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക, മറ്റുള്ളവരിൽ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക, ഭഗവാനെ ആശ്രയിക്കുക. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് പറയുക, ഭഗവാനെ എനിക്ക് വേണ്ടാന്ന് തോന്നുമ്പോൾ മരിക്കാനുള്ള ഒരു വരം തരണേന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അതാകുമ്പോൾ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. ആംബുലൻസ് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അവിടെ എമർജൻസി കൊണ്ടൊന്നും കടത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള കാഴ്ചയിലുള്ള മാലയും പണയം വെച്ച് നിങ്ങൾ ബില്ലടച്ച് ജീവിതത്തിൽ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന അത് മാത്രമാണ്. എനിക്ക് എപ്പോൾ മരിക്കണം തോന്നുന്നു അന്നേരം എനിക്ക് മരിക്കാൻ കഴിയണേ, അതിനുള്ള വരം തരണേ എന്ന് പ്രാർത്ഥിക്കുക. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് ദോഷമുണ്ടോ? ചുമ്മാ പ്രാർത്ഥിക്കുന്നതിന് എന്താ പ്രശ്നമല്ലേ? നമ്മളിതിന് ടാക്സ് കൊടുക്കണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് സാധിപ്പിച്ചു തരണമെന്നില്ല. ഭഗവാന്റെ കാര്യത്തിൽ ഞാനൊരു എന്താ പറയാ, അങ്ങനെ പറയല്ല. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഇതെല്ലാം സാധിച്ചു തരുന്നതിനോട് നമുക്ക് അതും പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഈ പറഞ്ഞ പോലെ പരാശ്രയമില്ലാതെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം. പിന്നെ ഇതിനകത്ത് നമ്മൾക്കറിയാം, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഹോർമോൺസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ക്യാൻസർ രോഗം ഉണ്ടാവുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നമുക്കറിയാം, പണ്ടൊക്കെ നമ്മളൊരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ദൂരെ സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്കൊക്കെയാണോ ക്യാൻസർ ഉണ്ടായിരുന്നത്, ആണോ അല്ലയോ? ഇപ്പൊ നമുക്ക് അറിയാവുന്ന നമ്മളുടെ കുടുംബങ്ങളിൽ പോലും ക്യാൻസറുള്ള രോഗികളുണ്ട്. ഇപ്പൊ ക്യാൻസർ രോഗം വല്ലാതെ പെരുകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ രോഗം എന്ന് പറയാമോ? എന്താണ് ക്യാൻസർ എന്ന് പറയാമോ?
മാഷന്മാർക്കാകുമ്പോൾ അതിനനുസരിച്ച് അറിയാൻ പറ്റും, നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. കാരണം നമ്മൾ എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ഈ രോഗവുമായിട്ട് ഈ ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ്. പക്ഷെ എന്താണ് ഈ രോഗം എന്ന് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഡോക്ടറെ അടുത്ത് എത്തുമ്പോൾ ആ രോഗത്തിന്റെ അവസ്ഥകൾ പലതും മാറിയിട്ടുണ്ടാവും. ഡോക്ടേഴ്സുമാർ പോലും നിസ്സാരരായി മാറിയിട്ടുണ്ടാവും, നിസ്സാരനായി പോയിട്ടുണ്ടാവും. കാരണം എന്താണ് ക്യാൻസർ എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ വിഘടിക്കുന്നുണ്ട്, അത് നശിക്കുന്നു, പുനർജനിക്കുന്നു എന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിന്റെ അവസ്ഥ ഇപ്പൊ നമ്മളൊരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി കൊണ്ടുപോയെന്ന് വെച്ചാൽ ഒരു 100 ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയാണ്. അതിനിടയ്ക്ക് ചിലപ്പോൾ 1-2 ഫോട്ടോസ്റ്റാറ്റുകൾ എന്താവും, പ്രോപ്പർ ആയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അതിന്റെ അലൈൻമെന്റ് തെറ്റായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതിനെ ശരിയായ രീതിയിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക. എന്ന് പറഞ്ഞ പോലെ നിരന്തരമായി നമ്മുടെ കോശങ്ങൾ ഇതുപോലെ നശിക്കുകയും പുനർജനിക്കുകയും ചെയ്യുന്നതിനിടയ്ക്ക് ഉണ്ടാവുന്ന എന്താ പറയുക, ഡെഡ് സെല്ലുകൾ പോലെ ഉണ്ടാവും. അതെല്ലാം കൂടിച്ചേർന്ന് ഒരു സ്ഥലത്ത് കൂടിച്ചേർന്ന് നിൽക്കും. അവരവരുടേതായ ഒരു സെപ്പറേറ്റ് സെറ്റപ്പ് ഉണ്ടാക്കി വെക്കും. അതിനകത്ത് നമ്മളുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിക്ക് എതിരെ പ്രവർത്തിക്കുന്ന കോശങ്ങളായി മാറുന്നതിനെയാണ് ക്യാൻസർ എന്ന് പറയുക. ക്യാൻസർ ആവാനുള്ള ഒരു പ്രധാന സംഭവം, നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു കോശം ഒരു 24 മണിക്കൂർ നേരം ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ കഴിച്ചാൽ അത് ഡെഡ് സെല്ലുകളായി മാറും. ഓക്സിജൻ ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ശരീരത്തിൽ നമ്മൾ അലസരായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം നമ്മുടെ ഇൻടേക്ക് കുറയും, അല്ലെ? നമ്മുടെ ശ്വാസോച്ഛ്വാസങ്ങൾ കുറയും. നമ്മളുടെ ശ്വാസോച്ഛ്വാസം കുറയുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ ബ്ലഡിനകത്ത് ഈ ഓക്സിജൻ മിക്സ് ചെയ്താൽ മാത്രമേ ബ്ലഡിന് ഫ്ലോ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലും എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ശരീരകോശങ്ങളിൽ ഉണ്ടാവുന്ന ഇൻവേഷൻസിന്, അല്ലെങ്കിൽ മറ്റുള്ള ജീവികളോ മറ്റുള്ള അണുക്കളോ രോഗാണുക്കളോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നശിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ശ്വേതരക്താണുവിനുണ്ട്. നമ്മൾ പലപ്പോഴും അലസരായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ യാതൊരു എക്സസൈസുകളോ വ്യായാമങ്ങളോ ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ എന്തെങ്കിലും തന്നെ ഓക്സിജൻ ഇല്ലാതെ ജീവിക്കേണ്ടി വന്നാൽ അത് ഡെഡ് സെല്ലായി മാറുകയും ആ ഡെഡ് സെല്ലുകളെല്ലാം കൂടിച്ചേർന്ന് ഒരു എന്താ പറയാ മാസാകുകയോ അല്ലെങ്കിൽ ഒരു മുഴയാകുകയോ ഒരു ട്യൂമറോ ആയി മാറുകയാണ് ചെയ്യാറ്. ഇതിനെയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാനാവുന്ന കണ്ടീഷനിൽ ഇപ്പം നമ്മുടെ വൈദ്യശാസ്ത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മൾക്ക് എന്ത് വേണം, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്താനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാവണം. അതിന് മിനിമം നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യണം. അങ്ങനെ ആരെങ്കിലും ഒക്കെ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി ബ്ലഡ് ചെക്ക് ചെയ്ത് അങ്ങനെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്ന ആളുകളുണ്ടോ? ജീവിതത്തിൽ ഇന്ന് വരെ ഡോക്ടറെ അടുത്ത് പോയി എന്തെങ്കിലും അസുഖം വന്നതിന് ശേഷം പോയി ചികിത്സിക്കുക, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞതിന് ശേഷം ബ്ലഡ് ചെക്ക് ചെയ്യുക എന്നല്ലാതെ ആരെങ്കിലും മാസത്തിലോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലോ എങ്കിലും നമ്മളുടെ കംപ്ലീറ്റ് ബ്ലഡിനെ കുറിച്ചൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്? എത്ര പേരുണ്ട് ഇവിടെ? നല്ലതാണ്, 1-2 പേര്, ഫൈൻ. അപ്പൊ നിങ്ങളൊക്കെ നമുക്കൊരു വലിയ ചാകരിയാണ് കേട്ടാ. ഇതുപോലെയൊക്കെ നിങ്ങൾ രോഗം വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളുടെ കാര്യത്തെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. വർഷത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഫാസ്റ്റിങ്ങിൽ പോയിട്ട് നമ്മൾ ബ്ലഡുകൾ ചെക്ക് ചെയ്യണം. ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പറ്റും, അതിനകത്തുള്ള ലിപ്പിഡ് പ്രൊഫൈലും LDL HDL എന്നൊക്കെ പറയുന്ന കുറെ സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ SGPT SGOT എന്നൊക്കെ പറഞ്ഞ ലിവർ ഫംഗ്ഷൻ എൻസൈമുകളുണ്ട്, നമ്മുടെ കിഡ്നി ഫംഗ്ഷൻസ് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അവയവങ്ങൾ അതിന്റെ ഉപാപചയ പ്രക്രിയയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കും. അങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇപ്പൊ തന്നെ നിങ്ങൾ വേണമെങ്കിൽ ഒരു സ്കാനിങ്ങിന് പോയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ ഇരിക്കുന്ന 90% ആളുകൾക്കും ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഉണ്ടാവും. അറിയോ എന്താണ് ഫാറ്റി ലിവർ ഗ്രേഡ് 1? നോർമലി നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അധികം ആളുകളിലും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഫാറ്റി ലിവർ. അതും നമ്മളുടെ ഈ കാർബോഹൈഡ്രേറ്റ് ഫുഡ്സ് കഴിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അരിഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി ലിവറിനെ കവർ ചെയ്ത് അവസാനം ലിവറിനെ എന്താ പറയുക ഞെരുക്കി ഒരു 20% ആക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക. അപ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ ബിലിറൂബിന്റെ അളവ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ഫംഗ്ഷനിലേക്ക് പ്രശ്നങ്ങളൊക്കെ വരും. നമുക്ക് എന്താ പറയുക ജോണ്ടിസ് പോലുള്ള മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങളൊക്കെ വരിക. അപ്പോഴത്തേക്കും നമുക്ക് എന്താവും, അത് അക്യൂട്ട് ലിവർ ഡിസീസ് ആയി മാറിയിട്ടുണ്ടാവും. എനിക്ക് നിങ്ങളോട് ഒരു പേഴ്സണൽ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 6 മാസം കൂടുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് പോയി ചെക്ക് ചെയ്യണം. അത് ഫാസ്റ്റിങ്ങിൽ രാത്രി 8 മണിക്ക് ഭക്ഷണം കഴിച്ച ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാതെ രാവിലെ ഏർലി മോർണിംഗിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ കൊയിലാണ്ടിയിലും അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ വന്നു കഴിഞ്ഞാൽ വെറും 500 രൂപയ്ക്ക് നിങ്ങൾ ഈ പറയുന്ന കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പും ചെയ്ത് കിട്ടും. പ്രിലിമിനറി ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ. അതിനകത്ത് നിങ്ങളുടെ ബ്ലഡിനകത്ത് കൊളസ്ട്രോൾ ലെവൽ എത്രയാണ്, അതിനകത്ത് ലിപ്പിഡ് പ്രൊഫൈൽ എത്ര. നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ ഇവിടുത്തെ ഡോക്ടർമാർക്ക് പോയി കഴിഞ്ഞാൽ അവർ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമാണ് ചെക്ക് ചെയ്യാൻ പറയുക. ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയുകയാണ് നെഞ്ചുവേദനയുണ്ട് അല്ലെങ്കിൽ എനിക്ക് കാലും കയ്യിനൊക്കെ വേദനയാണ്, അപ്പോൾ ഡോക്ടർ പറയും ഓക്കെ നമുക്കൊന്ന് കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ പോയിട്ട് എന്താ ചെയ്യുക, ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും ഉണ്ടാവുക, നിങ്ങളുടെ ടോട്ടൽ കൊളസ്ട്രോൾ ആണ് നോക്കാൻ പറയാം. ടോട്ടൽ കൊളസ്ട്രോൾ ഒരു 200-250 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വിടും. പക്ഷെ നിങ്ങൾ അതിനകത്ത് ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ശരീരത്തിനകത്ത് നമുക്ക് ആവശ്യമായ കൊഴുപ്പുകളുണ്ട്. HDL എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ കൊഴുപ്പാണ്. LDL എന്ന് പറഞ്ഞാൽ നമുക്ക് ദോഷമുള്ള കൊഴുപ്പാണ്. അത് നമുക്ക് ഈ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന കൊഴുപ്പുകളാണ്. അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്.
ഇപ്പൊ നിങ്ങൾക്ക് HDL കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല നല്ല നട്ട്സ് പോലെയുള്ള സംഭവങ്ങളും നല്ല നല്ല ഫ്രൂട്ട്സും കഴിച്ചാൽ നമുക്ക് HDL കൂട്ടാം. HDL കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമാണ്. എങ്ങനെയാണ് ആവശ്യം? നമ്മുടെ കോശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വൈറ്റ് പൗഡറാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നിങ്ങൾ ലിവർ ഇത് ഉത്പാദിപ്പിക്കും. നിങ്ങളുടെ ലിവറിന്റെ ഒരു ജോലിയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കൊളസ്ട്രോൾ ഉത്പാദിപ്പിക്കുക. എന്തിനാണ് ഈ കൊളസ്ട്രോൾ? നമ്മുടെ കോശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സഹായിക്കുന്ന കാര്യങ്ങളാണിത്. ക്യാൻസർ വരാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള ഇൻവേഷൻസ് വന്ന് നമ്മുടെ രോഗാണുകളിലൂടെ നമ്മളുടെ കോശങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ അത് അമിതമായാലോ അത് ബ്ലഡിലൂടെ ഈ കൊഴുപ്പിന്റെ അംശങ്ങൾ ഉണ്ടാകുകയും നമ്മുടെ വാൾവിന്റെ ഉൾഭാഗത്തൊക്കെ അടിഞ്ഞുകൂടി വാൾവിന്റെ ഉൾഭാഗത്തുള്ള വോള്യൂം കുറയുകയും അവിടെ പ്രഷർ ഫോം ചെയ്യുകയും ചെയ്ത് നമുക്ക് സ്ട്രോക്ക് വരാനും അറ്റാക്ക് വരാനും ഒക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ മുൻകൂട്ടി കണ്ടുപിടിച്ചാൽ നമുക്ക് അതിനുള്ള മെഡിസിൻസ് കിട്ടും. ഇപ്പൊ സ്റ്റാറ്റിൻ പോലുള്ള ഗുളികകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗുളികയ്ക്ക് ആകെ 10-12 രൂപയുള്ളൂ. അതൊരു മാസം കഴിച്ചു കഴിഞ്ഞാൽ 10 mg ഒരു മാസം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോൾ ലെവലുകളൊക്കെ കുറയും. അതിനകത്ത് LDL കൂടുതലാണെങ്കിൽ LDL കണ്ടന്റ് കുറയ്ക്കാൻ പറ്റുന്ന റൊസാബീറ്റ പോലെയുള്ള ഗുളികകളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഗുളികകൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാറും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് യൂറിക് ആസിഡ്. നമ്മൾ പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ പരിപ്പും ചെറുപയറും അതുപോലുള്ള സംഭവങ്ങളും കപ്പ നമ്മളുടെ ഒരു എസെൻഷ്യൽ ഫുഡാണ് അല്ലെ. അധിക വീടുകളിലും കപ്പ എന്ന് പറയാൻ അറിയില്ലേ, പൂള അല്ലെ, എന്താ പറയാ, പൂളക്കിഴങ്ങ്. യെസ്, അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ അധികം കഴിക്കുമ്പോൾ, പ്രോട്ടീൻ ആയിട്ടുള്ള സംഭവങ്ങൾ അധികം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിനെ ദഹിപ്പിക്കാൻ ഉത്പാദിപ്പിക്കുന്ന ഒരു എൻസൈമാണ് പ്രോട്ടാലിൻ. ഈ പ്രോട്ടാലിൻ അധികമായി കഴിഞ്ഞാൽ അത് യൂറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആകും. ഈ യൂറിക് ആസിഡുകളാണ് നമുക്ക് കിഡ്നി സ്റ്റോണുകളാക്കി മാറ്റുന്നത്. അതെല്ലാം പോട്ടെ, നിങ്ങൾ ഒരു ദിവസം 2.5 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് നമ്മുടെ വൈദ്യശാസ്ത്രം പറയുന്നത്. അങ്ങനെ 2.5 ലിറ്റർ വെള്ളം കുടിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? 2-3 പേര് മാത്രമാണ്. 4 പേര്. ആലോചിച്ച് നോക്കുക, ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളിൽ ഒരു ദിവസം 2.5 ലിറ്റർ വെള്ളം നിരന്തരമായി ദിവസവും കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ശരീരത്തിൽ നിന്നുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടാവുന്ന ടോക്സിൻസ് ഒന്നും പുറത്തു പോവാതെ അത് നമ്മുടെ കിഡ്നിയിൽ വന്ന് അടിയും. കിഡ്നി എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു അരിപ്പ പോലെയാണ്, ഒരു നെറ്റ് പോലെയാണ്. അതിനകത്തുണ്ടാവുന്ന ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് എല്ലാം ഫോം ചെയ്ത് ഫോം ചെയ്ത ക്രിസ്റ്റൽസ് എല്ലാം കൂടി വലുതായിട്ടാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നത്. ഈ കിഡ്നി സ്റ്റോൺ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ആ കിഡ്നി സ്റ്റോണിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് അനുഭവിച്ചവർക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ. ശരിക്കും പ്രസവ വേദനയേക്കാൾ ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയ്ക്കും പെയിൻഫുൾ ആയ ഒരു സംഭവമാണ്. അത് കിഡ്നിയുടെ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്താണ്? ദിവസവും 2.5 ലിറ്റർ വെള്ളം കുടിച്ചാൽ മതി. അങ്ങനെ ചെയ്യുന്നില്ല നിങ്ങൾ. അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് എന്റെ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് 8 ഡോക്ടർമാരുണ്ട് യൂറോളജിയിൽ മാത്രം. 2 ലിറ്റർ വെള്ളം കുടിച്ചാൽ മതി. നിങ്ങൾ എന്താ പറയാ? ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. എപ്പോ? ദാഹിക്കുമ്പോ ഒക്കെ. ദാഹിക്കുമ്പം വെള്ളം കുടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്നത്രയും വെള്ളം നമ്മൾ കുടിക്കില്ല. നമ്മുടെ ശരീരത്തിന്റെ 70% ജലാംശമാണ്, അറിയാമല്ലോ അല്ലെ. അപ്പൊ ആ 70% നിങ്ങൾ രാവിലെ 1 ലിറ്ററിന്റെ ഒരു പാത്രത്തിൽ ഒരു പാത്രം വെള്ളം എടുത്ത് ടേബിളിന്റെ മേലെ വെക്കണം. എന്നിട്ട് നിങ്ങൾ അത് ഉച്ചയാകുമ്പോഴത്തേക്കും കുടിച്ചു തീർക്കണം. 10 മിനിറ്റ് കൂടുമ്പോൾ അത് സ്കിപ്പ് ചെയ്ത് കുടിക്കുക. ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അടുത്ത 2 ലിറ്റർ. വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ഒരു 7 മണി 8 മണി ആകുമ്പോഴത്തേക്കും ബാക്കി 1/2 ലിറ്ററും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളമാകുമ്പോൾ നമ്മുടെ യൂറിൻ ഫ്ലോ ഫാസ്റ്റ് ആകും. അപ്പൊ ഈ ക്രിസ്റ്റൽസുകളൊന്നും നമ്മുടെ കിഡ്നിയുടെ ഈ നെറ്റ്സിനുള്ളിൽ എന്താ പറയാ വന്നടിഞ്ഞു കൂടാൻ അവസരം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിഡ്നി സ്റ്റോൺ ഇല്ലാതെ നമുക്ക് വലിയൊരു എമൗണ്ട് നമുക്ക് രക്ഷപ്പെടുത്താനാവും. എനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞോ? ഓക്കെ. എനിക്ക് ഈ FM റേഡിയോയിലായിരുന്നു ഞാൻ ജോലി ചെയ്തതെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ സംസാരിക്കൽ നിർത്താറില്ല. പിന്നെ നിങ്ങൾ ആരെങ്കിലും മൈക്ക് ഓഫ് ആക്കിയാലും ഞാൻ നിർത്താറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ, ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ ഏട്ടൻ വർത്താനം പറയില്ല, ഊമയാണ്, ജന്മനാ ഊമയാണ്. പക്ഷെ ഏട്ടന്റെ വായും കൂടെ ദൈവം എനിക്ക് തന്നു എന്നാണ് നാട്ടുകാർ പറയാം. അതുകൊണ്ട് ഞാനിങ്ങനെ വായിൽ നവോണ്ട് ജീവിക്കുന്ന ആളാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയം അല്ലെങ്കിൽ അടുത്ത പ്രോഗ്രാം ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കാൻ മറക്കരുതേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ്, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 2.5 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ പോലത്തെ സ്ഥാപനങ്ങൾ എന്താ പറയാ കംപ്ലീറ്റ് പൂട്ടിപ്പോവും. പല ഡോക്ടർമാർക്ക് പണിയിലുണ്ടാവും, എനിക്കൊക്കെ പ്രത്യേകിച്ച് പണിയിലുണ്ടാവും. ബിക്കോസ് ഞാൻ ആ സ്ഥാപനത്തിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കേണ്ട ആളാണ്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ ആരും തന്നെ എന്ത് ചെയ്യരുത്, 2.5 ലിറ്റർ വെള്ളം കുടിക്കരുത്. കഴിയുന്നതും വെള്ളം കുടിക്കാതിരിക്കുക, ഡ്രൈ ആയി നടക്കുക. എന്നിട്ട് യൂറിൻ ഇൻഫെക്ഷൻസും അതുപോലെ കിഡ്നി സ്റ്റോണൊക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ ഇന്നത്തെ ദിവസം ഗംഭീരമാവും. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ സെൽഫ് ഐഡന്റിറ്റി, ആരെങ്കിലുമൊക്കെ നിങ്ങളെ കുറിച്ച് ഒരു സെൽഫ് അസസ്മെന്റ് നടത്താറുണ്ടോ? നിങ്ങൾ ജീവിക്കുന്ന രീതി ശരിയായ രീതിയിലാണോ? ഞാനൊരു വ്യക്തി എന്ന നിലയ്ക്ക് എന്റെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? അങ്ങനെ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ ചിന്തിക്കാറുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഞാൻ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന ആളുകൾ അവരുടെ അഭിപ്രായത്തിന് വേണ്ടി ഞാൻ എൻ്റെ വ്യക്തിത്വവും അല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ടോ? ഞാൻ ആരാണ്? ഞാൻ എന്താണ്? എന്നിൽ എന്തെല്ലാം മാറ്റങ്ങൾ വേണ്ടതുണ്ട്?
എന്നെ മുന്നിൽ കാണുമ്പോൾ ചിരിക്കുകയും പോയി കഴിയുമ്പം മറ്റേ അണപ്പല്ല് പിടിച്ച് കടിക്കുകയും ചെയ്യുന്ന എത്ര പേരുണ്ട്, അല്ലെങ്കിൽ എന്നെ കുറിച്ച് അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പാഹയെ വന്നിട്ടുണ്ട്, കത്തിയാണ്. മുന്നിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും നമ്മളെ കുറിച്ച്. നല്ല ഷെയ്ക്കൻ്റെ കൊടുക്കും കെട്ടിപ്പിടിക്കാനൊക്കെ ചെയ്യും. പോയി കഴിഞ്ഞാൽ ഓ പാഹയെ വന്നു അങ്ങനെ പറയുന്ന ഒത്തിരി പേരുണ്ടാവും അല്ലേ? നമ്മൾ ആരെങ്കിലും നമ്മളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? ഞാൻ ജീവിക്കുന്ന രീതി, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വം, അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴികൾ ശരിയായ മാർഗത്തിലൂടെയാണോ, ശരിയായ രീതിയിലൂടെയാണോ എന്ന് എത്ര പേര് ചിന്തിക്കാറുണ്ടെന്ന് ചോദിച്ചപ്പോൾ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് അതിന്റെ ആവശ്യം എന്ന് പറയാമോ? നമ്മൾ എങ്ങനെ ജീവിച്ചാൽ എന്താണല്ലേ? ജനിച്ചാൽ ഉടനെ എന്തായാലും നമുക്കറിയാം ABCD നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതിനകത്ത് A വിടുക, BCD എന്ന് എടുത്തു കഴിഞ്ഞാൽ B എന്ന് പറഞ്ഞ ബർത്ത്, D എന്ന് പറഞ്ഞ ഡെത്ത്. അതിനിടയിലുള്ള കാലത്തിനെയാണ് നമ്മൾ C എന്ന് പറയുക. C എന്ന് പറഞ്ഞാൽ ചോയ്സ് എന്നർത്ഥം. നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണമെങ്കിൽ സമൂഹം പറയുന്ന കുറെ ക്രൈറ്റീരിയ വെച്ചിട്ട് മാന്യനായി ജീവിക്കാം അല്ലെ? നമുക്ക് വേണമെങ്കിൽ തോന്നിയ പോലെയും ജീവിക്കാം. മാന്യനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം സമൂഹത്തിലുള്ള മറ്റുള്ളവർക്കൊക്കെ മാതൃകയാക്കാവുന്ന രീതിയിൽ നമ്മൾക്ക് ജീവിക്കാൻ പറ്റുക, നല്ല രീതിയിൽ പെരുമാറുക, നല്ല രീതിയിൽ അവരോട് ഇടപെടുക, മറ്റുള്ളവർ കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ അവരെയൊക്കെ സഹായിക്കാൻ പറ്റുക, അവരുടെ കാര്യത്തിലൊക്കെ നോക്കുക, അവരുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുക, എന്നിട്ടും സമൂഹത്തിന് മാതൃകയാക്കാവുന്ന രീതിയിലൊക്കെ ജീവിക്കാൻ പറ്റുക. അതിന് എന്റെ ഭാഗത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് അറിയാമോ? നമ്മളെ പിൻപറ്റി വരുന്ന അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന അടുത്ത തലമുറയ്ക്ക് നമ്മളൊരു മാതൃകയായിരിക്കും. നമുക്ക് മരണമില്ലാതെ ജീവിക്കാനുള്ള ഒരു എളുപ്പ വഴി അത് മാത്രമാണുള്ളത്. നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിക്കുക, അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു വെക്കുക, നിങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ ബാക്കി വെക്കുക. ആ ഓർമ്മകളിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിക്കും. അപ്പൊ നമുക്ക് മരണം ഉണ്ടാവില്ല. എൻ്റെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ചെയർപേഴ്സണായ ഡോക്ടർ PA ലളിത അത്തരത്തിലുള്ള ഒരാളാണ്. അവരുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒത്തിരി ആളുകൾക്ക് കാലങ്ങളായി പല പല സഹായങ്ങളും, മകളുടെ കല്യാണത്തിനായാലും വീട് വെച്ച് കൊടുക്കാനായാലും, ഇപ്പോൾ കൂടെ ഞങ്ങളുടെ നാരായണി എന്ന് പറയുന്ന ഒരു ആയ്മയ്ക്ക് എലത്തൂരാണ് അവരുടെ വീട്. അവർക്ക് വീടും മക്കളൊന്നും ഇല്ലാത്ത കൊടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു വീടൊക്കെ വെച്ച് കൊടുത്തു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കൂ, അവരുടെ ജീവിതത്തിൽ അവരെപ്പോഴും ഓർക്കും അല്ലേ, അവരുടെ മനസ്സിൽ. സോ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ മനസ്സിൽ ചെയ്ത് കൂട്ടാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചിട്ട് ജീവിക്കുക. എന്നിട്ട് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പോയാലും നമ്മൾ ഇവരുടെയൊക്കെ മനസ്സിൽ ജീവിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മളെക്കുറിച്ച് ഒരു സെൽഫ് അസസ്മെന്റ് നടത്താൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ ആ ചോദ്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉത്തരം നൽകാം, അല്ലെങ്കിൽ നിങ്ങൾ അത് വീട്ടിൽ കൊണ്ടുപോയി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ഉത്തരങ്ങൾ എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇന്നതൊക്കെയാണല്ലോ, ഇതിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുള്ളത്. അതിനകത്ത് പ്രധാനമായ ഫസ്റ്റ് ചോദ്യം, സാധാരണ കണ്ടീഷനിൽ നമുക്കറിയാം 30-40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഇനി എന്ത് ജീവിതം, ഇതൊക്കെ തന്നെയാണോ ജീവിതം, എന്നാ പിന്നെ ഇതൊക്കെ ഇങ്ങോട്ട് നിർത്താം, ഇതൊക്കെ ഇങ്ങോട്ട് അവസാനിപ്പിക്കാന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ അങ്ങനെ സംഭവിക്കുന്നത്? നമ്മളിലൊരു എന്തൂസിയാസം ഇല്ലാണ്ടാവും, നമുക്കൊരു ജീവിക്കാനുള്ള ഒരു ത്വരയില്ലാണ്ടാവും. കാരണം അപ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ ഏകദേശ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, മക്കളൊക്കെ മക്കളുടെ വഴിക്കായിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മളുടെ ജീവിത രീതിയിൽ ഒരു നൈരാശ്യമൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ എന്താണ് ജീവിതത്തിൽ ലക്ഷ്യമാക്കുന്നതാണ് എന്റെ ചോദ്യം. നേരം വെളുക്കുന്നു, രാത്രിയാവണു, വയസ്സാവണു, അവസാനം മരിച്ചു വീഴുന്നു, ഇതാണോ നിങ്ങൾ ലക്ഷ്യമിടുന്നത്? ഒരു മനുഷ്യ ജന്മം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയൊക്കെ മതിയോ? മൃഗങ്ങളായാലും മനുഷ്യനായാലും ഒക്കെ ഒരേപോലെ തന്നെയാണ്. ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ മനുഷ്യന് മാത്രമേ എന്ത് തന്നിട്ടുള്ളൂ? വിവേകം എന്ന് പറഞ്ഞു തന്നിട്ടുള്ളൂ. മൃഗങ്ങൾക്ക് മേലെ ഒരു വര വരച്ചിട്ടുണ്ട്, താഴെ ഒരു വര വരച്ചിട്ടുണ്ട്, അതിനുള്ളിൽ മാത്രമാണ് മൃഗങ്ങൾ ജീവിക്കുക. മനുഷ്യർ താഴെ മാത്രമേ വരച്ചു തന്നിട്ടുള്ളൂ. മേലോട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഉയരാം, എത്ര വേണമെങ്കിൽ വളരാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ആയി തീരണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇന്നത്തെ കുട്ടികളെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പല കുട്ടികളും എൻ്റെ അടുത്തൊക്കെ പലപ്പോഴും ഇന്റർവ്യൂവിനൊക്കെ വരുന്ന കുട്ടികളെ ഞാൻ കാണാറുണ്ട്. അവരുടെ ഇന്റർവ്യൂ, അവരുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്. 10ാം ക്ലാസ്സിൽ A+ ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും. +2 അതിനേക്കാൾ വലിയ ഡിഗ്രി ഒക്കെ എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കുറിച്ച് കോൺഫിഡന്റോടെ പറയാൻ പറ്റുന്ന കുട്ടികളുടെ എണ്ണം പോലും വളരെ കുറവാണ്. അതാണ് നമ്മുടെ വിദ്യാഭ്യാസം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ലക്ഷ്യം ഉണ്ടാവുന്നില്ല. തന്റെ കുറവുകളെ, തന്റെ ന്യൂനതകളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഓരോ വ്യക്തികളും, ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ള ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ് എൻ്റെത്. കാരണം ഓരോ കുട്ടികളും അവർക്ക് എല്ലാ വിധത്തിലുള്ള A+ഉം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് നല്ല ബുദ്ധിയും വൈഭവം ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അവരുടെ മനസ്സായി മാറുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. നമ്മളുടെ അറിവുകൾ തിരിച്ചറിവുകളാകുക, വിജ്ഞാനം അതുപോലെ ജ്ഞാനമായി മാറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായി മാറുക. നമുക്ക് പല കാര്യങ്ങളും അറിയാം അല്ലേ? ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ചൈനക്കാരന്റെ അടുത്ത് വേണമെങ്കിൽ നമുക്കൊരു ചക്കയെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. പക്ഷെ ആ ചക്ക തിന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ രുചിച്ച് നോക്കിയാൽ മാത്രമാണ് ആ ചൈനക്കാരന് അതിനെക്കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ജ്ഞാനം കിട്ടുക. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ യുവത അല്ലെങ്കിൽ യുവതലമുറകൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മനസ്സ് അതിനനുസരിച്ച് വികസിക്കും. അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാവും.
അപ്പൊ ജീവിതത്തിൽ എന്തായി തീരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രീ പ്ലാൻഡ് ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ ഫോക്കസോടെ കൂടെ ജീവിക്കണം. അത് പലപ്പോഴും നമ്മളിൽ ആർക്കും ഇല്ലാതെ പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് വ്യക്തമായ ജീവിത ലക്ഷ്യമുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ജീവിതത്തിന്റെ എന്താ പറയാ റിട്ടയർമെന്റ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്കും ജീവിതത്തിൽ ആവാമല്ലേ? 80 വയസ്സെന്നൊക്കെ പറയുന്നത് ഒരു നല്ല ആയുസാണ്. ജീവിതത്തിൽ 80 വയസ്സ് വരെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കാം നമുക്ക്. ഇനി ഭഗവാന്റെ കൃപ കൊണ്ട് 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാൻ പറ്റുക എന്ന് വെച്ചാൽ 84 വയസ്സ്, അതൊക്കെ നല്ലൊരു ആയുസാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്റെ ലക്ഷ്യം അതാണ്. എന്റെ സമൂഹത്തിൽ എന്റെ അറിവുകളും കഴിവുകളും ഒക്കെ പകർന്നു കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരു 84 വർഷം ജീവിക്കാനാവുക, അതിനുള്ള സൗഭാഗ്യം ഭഗവാൻ എനിക്ക് തരിക, അതാണ് എന്റെ ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിൽ കൊണ്ട് നടക്കാൻ പറ്റും അല്ലേ? മാഷൊക്കെ അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇവരൊക്കെ ഇത്തരത്തിലുള്ള കഴിവുള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത് നമ്മുടെ പുതു തലമുറയ്ക്കൊക്കെ ഒരു മാതൃകയാണ്. കാരണം നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെയും ഫേസ്ബുക്കിൽ നോക്കിയാൽ അല്ലെങ്കിൽ വാട്സപ്പിൽ നോക്കിയാൽ 5000 ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉള്ള ആളുകളുണ്ട് ഇവിടെ അല്ലെ? ഇപ്പോഴത്തെ യുവതാക്കളോട് ചോദിച്ചാൽ എന്റെ ഫേസ്ബുക്കിൽ ഇനി എന്താ പറയാ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. 5000 ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ജീവിതത്തിൽ തോളത്ത് കൈയിട്ട് എന്റെ ഒരു വേദന കറക്റ്റായിട്ട് പറയാനും ഷെയർ ചെയ്യാനും പറ്റുന്ന ഫ്രണ്ട്സ് നമുക്ക് വളരെ കുറവായിരിക്കും. അതേപോലെ നമ്മളുടെ എല്ലാവരുടെയും ഈ പറയുന്ന സൗഹൃദങ്ങളെല്ലാം ഇപ്പോൾ വാട്സപ്പിലാണ്. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും, ആ ഗ്രൂപ്പിനകത്ത് നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കും. എല്ലാം ഡിജിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞു. നമ്മൾ ആരും തന്നെ പേഴ്സണലി പേഴ്സൺ ടു പേഴ്സൺസ് നമ്മളിപ്പോൾ ഇന്ററാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഫീലിങ്സ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. സമൂഹത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ അയൽവാസിയായ ഒരാൾ, അയാൾ കഠിനമായ വേദനയിലൂടെയാണ് പോകുന്നത് അല്ലെങ്കിൽ ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അയാളെ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ആശ്വസിപ്പിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അവന്റെ വീട്ടിലൊരു വിഷമമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വിഷമഘട്ടത്തിലൂടെയാണ് പോകുന്നത്, നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാമെന്നും ചിന്തിക്കാൻ നമുക്ക് ആർക്കും സമയമില്ല. നമ്മൾ അതിനൊന്നും ആരും ശ്രമിക്കുന്നില്ല. ഇതൊക്കെ നമുക്കുള്ള മൂല്യച്യുതികളാണ്. അപ്പൊ ഇതുപോലുള്ള വേദികളിൽ, ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിൽ, ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇതുപോലുള്ള സൗഹൃദങ്ങളും അതുപോലുള്ള സംഭാഷണങ്ങളൊക്കെ കേട്ട് നമ്മളിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാവുക, ആ ലക്ഷ്യബോധത്തിലേക്ക് നമുക്ക് ഉയരാനാവുക, അതിനുവേണ്ടി പ്രയത്നിക്കാനാവുക. അങ്ങനെ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് ഉയർത്താൻ കഴിഞ്ഞാൽ, അവരെ എന്താ പറയാ സഹായിക്കാൻ കഴിഞ്ഞാൽ അതിൽ പരം വേറൊരു പുണ്യം വേറെയില്ല. നമ്മുടെ ഇതിനകത്ത് എന്താണ് പാപം, എന്താണ് പുണ്യം എന്ന് പറയുന്നുണ്ട്. എന്താണ് പാപം? അതുപോലെ എന്താണ് പുണ്യം എന്ന് പറയാമോ? എന്താണ് പുണ്യം? പരോപകാരമേ പുണ്യം. അങ്ങനെയാണെങ്കിൽ പാപമോ? പരപീഡനം. യെസ്, നമ്മൾ അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യുന്നത് നമ്മൾ പുണ്യമാണ്. നമ്മുടെ പുണ്യപ്രവർത്തികൾ കൂടുമ്പോൾ നമുക്കറിയാമല്ലേ, നമ്മളെ ഭഗവാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകും ഭഗവാന്റെ അടുത്തേക്ക്. പാപം എന്ന് പറഞ്ഞാലോ പരോപകാരത്തിന്റെ കൂടെ തന്നെ നമ്മൾ പരപീഡനമാണ് നമ്മൾ എന്ത് ചെയ്യണത്, പാപം ഉണ്ടാക്കണത്. നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അവൻ അങ്ങനെ പോകണ്ട എന്ന് കരുതുന്ന ആളുകളായിരിക്കും നമ്മളല്ലേ. അവൻ അങ്ങനെ അനുഭവിച്ചാൽ പോരാ, കുറച്ചുകൂടെ കഷ്ടപ്പെടണമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും നമ്മൾ ഉണ്ടാവുക. വഴിയിൽ വീണ് കിടക്കുന്നവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പഠിക്കുന്ന ആളുകളുടെ നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഞാൻ ഈ അടുത്ത് കണ്ടായിരുന്നു, ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് ഒരു ആള് ആക്സിഡന്റ് ആയിട്ട് ചോര വാർന്ന് മരിച്ചുപോയി. ആലോചിച്ച് നോക്കൂ, എത്രയോ മനുഷ്യർ അതിലൂടെ പോയിട്ടുണ്ടായിരുന്നു. തന്നെ പോലുള്ള ഒരു സഹജീവിയാണ് അവിടെ കിടക്കുന്ന തോന്നലുള്ള ഒരു മനസ്സിന് ഇറക്കം പോലും നമുക്ക് നഷ്ടപ്പെട്ടു. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് വേദനിക്കൂ. പണ്ടൊക്കെ നമുക്കറിയാം, ഒരു മരണം സംഭവിച്ചാൽ അല്ലെ, തൊട്ടടുത്ത ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കൂട്ട നിലവിളി കേട്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഇന്നിപ്പോ തൊട്ടടുത്ത വീട്ടിലൊരു മരണം സംഭവിച്ചാൽ അത് വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാലേ നമ്മൾ അറിയൂ. അത്തരത്തിലേക്ക് നമ്മൾ അകന്നുപോയി. അതൊക്കെ നമ്മളുടെ മൂല്യച്യുതിയുടെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമുണ്ടോ, ആ ലക്ഷ്യബോധത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യമാണ്, ജീവിതത്തിൽ ഏത് നന്മയാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം? നിങ്ങൾ ഓരോരുത്തർക്കും നന്മകൾ കാണും അല്ലെ? നന്മകൾ ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ സമൂഹ ജീവിയായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത്. പല രാജ്യങ്ങളിലും അത്തരത്തിൽ നന്മയില്ലാത്തതിന്റെ ദുഃഖങ്ങളും വിഷമതകളൊക്കെ നമ്മളിപ്പോ കാണുന്നുണ്ടാവും അല്ലെ? വീഡിയോസിലൂടെയൊക്കെ നമുക്ക് കണ്ടാൽ നമ്മുടെ കരള്, അതായത് ചങ്കിന് ഒരല്പം സോഫ്റ്റ്നെസ് ഉള്ള ആളുകൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മളിൽ എന്തൊക്കെ നന്മകളാണുള്ളത്? ആ നന്മയിൽ നിങ്ങൾക്ക് ഏത് നന്മയാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം? നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. ദെൻ നിങ്ങൾക്ക് ഏറെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത്, നിങ്ങളുടെ ജീവിതത്തിന്റെ അടുക്കും ചിട്ടയും ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു അടുക്കും ചിട്ടയും ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. വളരെ മാന്യമായി ഡ്രസ്സ് ചെയ്യുക, വളരെ വൃത്തിയായി വീട് കൊണ്ട് നടക്കുക, വീട്ടിലേക്ക് അതുപോലെ തന്നെ വരുന്ന ആളുകൾക്ക് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കല്യാണം ക്ഷണിക്കാൻ വന്നാലൊക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ചെയ്യുക? വീട്ടിന്റെ കോലായിൽ തന്നെ വന്ന് എന്നിട്ട് കത്തും കൂടെ വാങ്ങിച്ചിട്ട് അവിടെ വെക്കും, എന്നാ കല്യാണം ഓക്കെ എന്ന് പറഞ്ഞു വിടും അല്ലേ? ഏതൊരാളും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പം ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന എത്ര പേരുണ്ട്?
വെരി ഗുഡ്, വെരി ഗുഡ്. ഇതൊക്കെ നമ്മളുടെ ഒരു പ്രിലിമിനറി ആയ കാര്യമാണ്. ഞാൻ ഇന്നത്തെ ജനറേഷൻ കീപ്പപ്പ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇന്നത്തെ ജനറേഷന് മനസ്സിലാവണില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചത്. ഇത്തരത്തിലുള്ള നമ്മൾ പരസ്പരം ചെയ്യേണ്ടുന്ന കുറെ കാര്യങ്ങൾ, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ മനുഷ്യനാക്കി മാറ്റുന്നത്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എന്തെല്ലാം നന്മകൾ നമ്മളിലുണ്ട്, ആ നന്മകൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടോ? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കഴിക്കുന്ന വീടായാലും നമ്മുടെ ജോലി സ്ഥലമായാലും നമ്മുടെ വസ്ത്രമായാലും എല്ലാം വളരെ ക്ലീൻ ആൻഡ് എന്താ പറയുക, കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക, വളരെ വൃത്തിയായിട്ട് കൊണ്ട് നടക്കുന്ന ആളാണോ? അത്തരത്തിലുള്ള ഒരു അടുക്കും ചിട്ട ആളാണോ നമ്മൾ സ്വയം ചോദിക്കും. ഇതൊക്കെ നമ്മുടെ എന്താ പറയുക വ്യക്തിത്വ ജീവിതത്തിൽ നമ്മൾ ഉയർത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം ഇതുപോലെ എനിക്ക് ആളുകളോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അത് ഞാൻ ഒരിക്കലും മിസ്സാക്കാറില്ല. ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഏരിയക്ക് എന്താ പറയുക, VIP ഏരിയ എന്നാണ് അത്രേ പറയുക, അല്ലേ? ഇവിടെയുള്ള ആളുകളൊക്കെ VIP-കളാണ്, അല്ലേ? അങ്ങനെയാണല്ലേ? ഓ, VIP റോഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, VIP മേഖലയുള്ള ഇവിടെയുള്ള ആളുകളെല്ലാം വളരെ VIP-കളാണ്. പിന്നെ ഇവിടെയുള്ള ആളുകളെല്ലാം അധ്യാപകരാണെന്ന് കേട്ടിട്ടുണ്ട്. ഭഗവാനെ, അവരുടെ മുന്നിലൊക്കെ വന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വിഡിതം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ എന്തായി പോകുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയതൊക്കെ നിങ്ങളെ മുന്നിൽ പിടിച്ചേക്കാൻ പറ്റുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നാറുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിമൽകുമാർ എന്നാണ് വിളിക്കുക കേട്ടാ. ഇനി ആരും തന്നെ നിങ്ങൾ എന്നെ അംഗീകരിച്ചില്ലെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും ഞാൻ എന്നെ സ്വയം അംഗീകരിക്കാറുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ മാത്രമേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. കാരണം അത് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ട്രെയിനിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചത്, നിങ്ങൾ അതേപോലെ നിങ്ങൾ ജീവിതത്തിൽ, അതേപോലെ നിങ്ങളിപ്പോ ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണോ? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നേടി ജീവിതത്തിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണോ എന്നാണ് എന്റെ ചോദ്യം. അതല്ലാണ്ട് ജീവിതമൊക്കെ ഏതാണ്ട് ഇതൊക്കെ പറ്റൂ, എന്നെ കൂടി ഇനിയൊന്നും പറ്റാത്ത കണ്ടീഷനിലായി, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനാവില്ല എന്ന് കരുതുന്ന ആളാണോ എന്നാണ് നിങ്ങളുടെ ചോദ്യം. അടുത്തത്, ഈ പണത്തിന് വേണ്ടിയിട്ടാണോ, സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്? ആ ചോദ്യത്തിനൊക്കെ ആർക്കെങ്കിലും ഒരു ഉത്തരം പറയാൻ പറ്റുമോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ പരമപ്രധാനമായി ഞാൻ കൊടുക്കുന്ന പ്രാധാന്യം കുറെ പണം ഉണ്ടാക്കുക, സുഖലോലുപനായിട്ട് ജീവിക്കാനാവുക, എന്തെങ്കിലും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ അധികാരത്തിന്റെ പേരിൽ മറ്റുള്ളവനെ ഉപദ്രവിക്കാൻ രീതിയിലേക്ക് ആവാൻ പറ്റുക, അത്തരത്തിലാണോ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. പിന്നീടുള്ള കാര്യം, നിങ്ങൾക്കുള്ള ദുശ്ശീലങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ദുശ്ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ ദുശ്ശീലങ്ങൾ മാറ്റാൻ നിങ്ങൾ പരിശ്രമിക്കാറുണ്ടോ? പലപ്പോഴും നമുക്കറിയാം പല ദുശ്ശീലങ്ങളും നമ്മളിൽ ഉണ്ടാവുന്നത്. അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു വിട്ടുപോയി. നമുക്ക് ഈ ശീലങ്ങൾ എങ്ങനെ ഉണ്ടാവണമെന്ന് പറയാമോ? ശീലങ്ങൾ എങ്ങനെ ഉണ്ടാവുക? എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഒരു ഗ്ലാസ് കാപ്പി കുടിക്കുക. അങ്ങനെ നിങ്ങളതൊരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ, കാപ്പി കുടിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 25 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് കാപ്പി കിട്ടിയില്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു ഉന്മേഷക്കുറവും ഒരു തലവേദനയും ഒക്കെയാണ്, ഒരു കോട്ടുവായൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് തോന്നും, നിങ്ങളുടെ മനസ്സ് പറയും, നിങ്ങളുടെ ബ്രെയിൻ പറയും, എനിക്ക് കോഫി വേണം. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ശീലങ്ങൾ ഉണ്ടാവുക. നമ്മുടെ ബോധ മനസ്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഉപബോധ മനസ്സിൽ എന്താ പറയാ ഫീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനകത്ത് ഫീഡ് ചെയ്യപ്പെടുമ്പോഴാണ് അത് ശീലമായി മാറുക. ഇപ്പൊ നമ്മുടെ വീട് ഒരു പുൽത്തകടിക്ക് അപ്പുറത്താണെന്ന് വിചാരിക്കുക. നമ്മൾ സ്ഥിരം അതിൽ നടന്നു പോകുമ്പോൾ എന്താവും? ആ പുൽത്തകടികൾ വകഞ്ഞു മാറി അതിലെ ഒരു വഴിത്താര ഫോം ആകും, അല്ലേ? എന്ന് പറയുന്ന പോലെ നമ്മുടെ ബ്രെയിനില്, നമ്മുടെ ഹിപ്പോ ക്യാമ്പസിൽ അത്തരത്തിൽ ഒരു പാത്ത് വേ ഫോം ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ശീലങ്ങൾ ഉണ്ടാവുക. ഈ ദുശ്ശീലങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്ക് വേണ്ടാത്ത കൂട്ടുകെട്ടിലൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഡോപ്പമീൻ ഉണ്ടാകാൻ വേണ്ടി വല്ലപ്പോഴൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ചെന്ന് സ്മോൾ അടിക്കുന്ന ആളുകൾ, പിന്നെ നിരന്തരമായി അത് വേണമെന്ന് നമ്മുടെ ബ്രെയിൻ ആവശ്യപ്പെടുകയും അങ്ങനെ നമ്മൾ അത്തരത്തിലുള്ള ദുശ്ശീലങ്ങളിലേക്ക് ചെന്നപ്പെടുകയും ചെയ്യും. സോ ഈ ദുശ്ശീലങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ മാറ്റേണ്ടുന്ന ദുശ്ശീലം എന്താണ്? പുകവലിക്കുകയും തണ്ണിയടിക്കുകയും മാത്രമല്ല കേട്ടോ ദുശ്ശീലങ്ങൾ എന്ന് പറയുന്നത്. മറ്റുള്ളവരെ കുറിച്ച് ദുഷിപ്പ് പറയുക, അവരെ കുറിച്ച് കുശുമ്പ് പറയുക, മറ്റുള്ളവരുടെ അസൂയ തോന്നുക, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ആരെയും അംഗീകരിക്കാതിരിക്കാൻ പറ്റുക, ഞാനാണ് കേമി അല്ലെ ഞാനാണ് കേമൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെ? അത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ദുശ്ശീലങ്ങളാണ്. അത്തരത്തിലുള്ള ദുശ്ശീലങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ടോ? എന്തൊക്കെയാണ് എന്റെ ദുശ്ശീലങ്ങൾ എന്നതിനെ കുറിച്ച് നിങ്ങൾ ഒരു അവബോധം ഉണ്ടാക്കുക, നിങ്ങളിലേക്ക് ഒരു നോട്ടം ഉണ്ടാവുക. അതേപോലെ നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങളിലുള്ള ഏത് ഗുണമാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുള്ളത്? ചിലർ പറയും, ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ, ഞാൻ ഒരാളെയും പറ്റിക്കാറില്ല, അല്ലെ ഞാൻ ആർക്കും ഒരു വേദനയും കൊടുക്കാറില്ല, ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട്, ഞാൻ സാമ്പത്തികമായി ഉയരത്തിലേക്ക് എത്താൻ വേണ്ടുന്ന കഠിന പ്രയത്നങ്ങൾ ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ഏത് ഗുണമാണ് നിങ്ങളിൽ എന്താ പറയാ ഡോമിനന്റ് ആയിട്ടുള്ളത്, നിങ്ങളിൽ ഉയർച്ചയിലുള്ളത്, അതിലേത് ഗുണമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക്, ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളോട് ചോദിക്കുക, അതിനുള്ള ഉത്തരം കണ്ടെത്തുക. നിങ്ങൾ ജീവിതത്തിൽ ആരെങ്കിലും വെറുക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അതിനൊരു ആൻസർ പറയോ? നിങ്ങൾ ജീവിതത്തിൽ ആരെങ്കിലും വെറുക്കുന്നുണ്ടോ?
ആർക്കും ആരോടും വെറുപ്പില്ല. കൊള്ളാമല്ലോ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും ആരോടും വെറുപ്പില്ല. അപ്പൊ പിന്നെ ആ ചോദ്യത്തിന്റെ ആൻസറിന്റെ ആവശ്യമില്ല. എങ്കിൽ പോലും സ്വയം ചോദിക്കുക, ഈ ചോദ്യത്തിനൊക്കെ സത്യസന്ധമായ മറുപടി പറയാൻ കഴിയണം കേട്ടാ. പബ്ലിക്കായിട്ടുള്ള മറുപടിയല്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മനസാക്ഷിയല്ലേ നിങ്ങളെ കുറ്റപ്പെടുത്തും. നിങ്ങൾക്ക് വേണമെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിലൊക്കെ വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വ്യക്തിത്വം ഉണ്ട്, നമ്മുടെ മനസാക്ഷി. നമ്മളെല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാള്, അയാൾ നമ്മളെ കുറ്റപ്പെടുത്തും. അങ്ങനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഞാൻ നിങ്ങളുടെ മുന്നിൽ വളരെ സമർത്ഥനും വളരെ പ്രഗത്ഭനും ഒക്കെ ആയിരിക്കും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്താ പറയാ, സൂര്യൻ അങ്ങ് അസ്തമിച്ച് കഴിയുമ്പോൾ എന്റെ തനി സ്വരൂപം പുറത്തു വരും. അത് മനസ്സിലാക്കുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മനസാക്ഷി. ആ മനസാക്ഷിയുടെ മുന്നിൽ നിങ്ങൾക്ക് ആർക്കും ആരോടും വെറുപ്പില്ല, ആരോടും എന്താ പറയാ ഇന്ന് വരെ വഴക്ക് കൂടിയിട്ടില്ല, അല്ലെ ആരോടും ദേഷ്യം തോന്നിയിട്ടില്ല. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയുള്ള ആരും ഇല്ല ഇവിടെ. ആർക്കും ആരോടും വെറുപ്പില്ല. ശരിക്കും ഇത് VIP മേഖല തന്നെയാണ് കേട്ടാ. ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്. അവിടെയുള്ള പല ആളുകൾക്കും പലരോടും വെറുപ്പാണ്. ഈ പറയുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന പ്രഭാഷകനൊന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം റെഡിയാണ്, ആ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോകാലോ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതും വെറുപ്പ് തന്നെയാണ്. അപ്പൊ അതിനുള്ള സമയമായാ പറയണേ, നിങ്ങൾ അവസാനമായി ദേഷ്യപ്പെട്ടത് ആരോടാണ്? അത് പറയാമോ? ദേഷ്യപ്പെടാറുണ്ടോ? ദേഷ്യപ്പെടാറുണ്ടല്ലേ? മനുഷ്യന്റെ ഒരു എന്താ പറയുക സ്ഥായിയായ ഒരു വികാരമാണ് ദേഷ്യം. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനിഷ്ടങ്ങൾക്കും അല്ലെങ്കിൽ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചല്ല നമ്മൾ പെരുമാറുന്നെങ്കിൽ നമുക്ക് ദേഷ്യം വരും, അല്ലെ? എന്താണ് ദേഷ്യം എന്ന് ചോദിച്ചാൽ, നമുക്ക് കുറെ ശരികളും തെറ്റുകളും ഒക്കെ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടേതായ കുറെ ശരികളുണ്ട്. ആ ശരികൾക്കെതിരായി ആര് പ്രവർത്തിച്ചാലും നമുക്ക് ദേഷ്യം വരും, അല്ലെ? നമ്മളാരും ഗാന്ധിയൊന്നുമല്ല. നമ്മളറിയാതെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു പോകും. പ്രത്യേകിച്ച് ഇപ്പൊ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്ന മോനും മോന്റെ ഭാര്യയൊക്കെ ആണെങ്കിൽ മരുമോളോടൊക്കെ ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞൊരു വലിയ സംഭവമാണ്. കാരണം അതിന് എവിടെയും പോകണ്ട, വൈകുന്നേരം 6 മണിയാകുമ്പോൾ നമ്മുടെ TV തുറന്നു വെച്ചാൽ മതി. പലതരത്തിലുള്ള സീരിയലുകളോട് എങ്ങനെ ദേഷ്യപ്പെടണം, നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരോട് വൈരാഗ്യം കാണിക്കാം, എങ്ങനെ മറ്റുള്ളവരെ വെറുപ്പിക്കാം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് കറക്റ്റായിട്ട് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. അതും എപ്പിസോഡുകളായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഭർത്താവിന് കുറെ കാമുകിമാര്, അതേപോലെ കാമുകിമാരും എല്ലാവരും കൂടി ചേർന്ന് ഭാര്യനെ കൊല്ലാൻ നോക്കല്, അതുപോലെ കുടുംബത്തിൽ ഇത് കണ്ട് ഇരിക്കാൻ പറ്റാത്ത കുറെ സംവിധാനങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ മുന്നിൽ വിളമ്പുന്നുണ്ട്. അതെല്ലാം കണ്ട് നമ്മുടെ സമൂഹത്തിന്റെ മൂല്യച്യുതി എന്തായി, അല്ലെങ്കിൽ ഇത്തരം സീരിയലുകൾ കൊണ്ട് സമൂഹത്തിന് എന്ത് നേട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെക്കുറിച്ച് സീരിയലിൽ അഭിനയിക്കുന്ന ഒരു പുള്ളിക്കാരൻ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ ആകെ വിവാദത്തിലാണ്. സീരിയലുകൾ എൻഡോസൾഫാനേക്കാളും അബദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് തന്നെയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ അവിടെയും ശീലങ്ങളുണ്ട്. അവിടുത്തെ ഓരോ കഥാപാത്രങ്ങളും ഇവിടെ ഇരിക്കുന്ന പലരുടെയും മനസ്സിൽ വളരെ വളരെ വേണ്ടപ്പെട്ടവരാണ്, അല്ലെ? മരുമകളാണെങ്കിൽ അതിനകത്തുള്ള മരുമകൾ വളരെ ഇഷ്ടപ്പെടുന്ന ആരുണ്ടാവും. അമ്മായിയമ്മയാണെങ്കിൽ അതുപോലെ തന്നെ നല്ല അമ്മായിയമ്മ ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. മരുമകൾ അങ്ങനെ വരസണ്ട, മോൻ അങ്ങനെ നന്നായിട്ടുണ്ട എന്ന് വിചാരിക്കുന്ന ആളുകൾ നമ്മളുണ്ട്. അത് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള പല സീരിയലുകളുമാണ് നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ അവസാനമായി ദേഷ്യപ്പെട്ടത് ആരോടാണ്? ദേഷ്യപ്പെടാറുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നിങ്ങളെ ഒരാളെ കുറിച്ച് വിധി എഴുതാറുണ്ടോ? വിധി എഴുതാൻ അദ്ദേഹത്തെ നമ്മൾ എന്താ പറയാ ജഡ്ജ് ചെയ്യാറുണ്ടോ എന്നർത്ഥം. നമ്മളൊരാൾ അവനാള് പറ്റ പോക്ക, അവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അങ്ങനെ പറയുമല്ലേ. നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. നമ്മൾ പക്ഷെ ഒരു മുൻവിധിയോടുകൂടെ കാര്യങ്ങൾ പറയും. അവന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല, അവൻ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എപ്പോ വേണമെങ്കിലും നമ്മുടെ മനസ്സുകളെ മാറ്റാം, അല്ലെ? 90 വയസ്സുള്ള ആൾക്ക് പോയാണെങ്കിൽ പോലും അയാളുടെ ശീലങ്ങളെ മാറ്റാം. പക്ഷെ നമ്മൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു അനുഭവം വെച്ചിട്ടാണ് നമ്മൾ അയാളെ ജഡ്ജ് ചെയ്യുന്നത്. അയാൾ അങ്ങനെ തന്നെയാണ്, അവൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല. പക്ഷെ അയാളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണില്ല. അപ്പൊ അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ജഡ്ജ് ചെയ്യാറുണ്ടോ? മറ്റുള്ള ഒരാൾ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ മുൻവിധിയോടെ കാണാറുണ്ടോ? ഇത് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് ചോദ്യം? അതേ ചോദ്യം നിങ്ങളോടാണ് ഒരാൾ ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ ഉൾക്കൊള്ളും? നിങ്ങൾ ഇങ്ങനെയാണെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യും എന്നാണ് ചോദ്യം. ആ മാനദണ്ഡം തന്നെയാണോ നിങ്ങൾ മറ്റൊരാളെ ജഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ അത് നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണല്ലേ. ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ ആരെ വേണമെങ്കിലും പറയാം, ആരെ കുറിച്ച് വേണമെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്യും. പക്ഷെ ഞാൻ ഇങ്ങനെയാണെന്ന് ആരെയും പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കാരണം നിങ്ങളുടെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള ധാരണ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാനാവില്ല. അത് നിങ്ങൾ എന്നെ കുറിച്ച് നല്ലതേ പറയാൻ പാടുള്ളൂ. അതിനുള്ള കളിയാണ് നമ്മൾ എല്ലാവരും കളിക്കുക. ഞാൻ യഥാർത്ഥത്തിൽ ഇതാണെന്ന് ആരെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ, പ്രദീപ് നീ വെറും കത്തിയാണ് കേട്ടാ എന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? എനിക്കത് ഫീൽ ചെയ്യും. പക്ഷെ ഞാനത് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കും. പക്ഷെ ഞാൻ എന്നെ കുറിച്ച് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, ഞാൻ എന്നെ വിമൽകുമാർ എന്നാണ് വിളിക്കാറ്. ഈ മരമോന്തയും കൊണ്ടാണോ നീ ഇങ്ങനെ പറയണത് എന്നോട് ചോദിച്ചാലോ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. അപ്പൊ എൻ്റെ അടുത്ത് നിങ്ങൾ എങ്ങനെയാ സംസാരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ധാരണ